Hello, good morning. Good morning, ma'am. Good morning, ma'am. Okay. സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും? Yes, ma'am. Yes, ma'am. പ്രശ്നമൊന്നുമില്ലല്ലോ ആർക്കും? ഇല്ല. Okay. മാമിന് സുഖാണോ? ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചു. സുഖാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ തൽക്കാലത്തേക്ക് മഴ അത്രയധികം കാര്യമായിട്ട് നമ്മളെ ബാധിച്ചിട്ടില്ല. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ കേൾക്കുമ്പോ നമുക്ക് അല്ലേ അതിൻ്റെതായ എന്താ പറയാ ദുഃഖമൊക്കെ ഉണ്ട്. നമ്മള് അതുപോലെയൊക്കെ തന്നെ ഫേസ് ചെയ്തതാണല്ലോ. ഞങ്ങൾക്കും ഒരു പ്രാവശ്യം ഇങ്ങനെ ഭയങ്കര വെള്ളപ്പൊക്കമൊക്കെ വന്നു. അതിനൊക്കെ നമ്മള് ഇതൊക്കെ, പക്ഷെ വെള്ളപ്പൊക്കം മാത്രമാണെങ്കിലും പ്രശ്നമില്ല. ഇതുപോലുള്ള ലാൻഡ് സ്ലൈഡുകളൊക്കെ വരുമ്പോഴൊക്കെയാണ് ഇത്തരം ഡിസാസ്റ്റേഴ്സ് ആണ് നമുക്ക് കംപ്ലീറ്റ്ലി എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് അല്ലേ. അപ്പൊ അത്തരം പ്രശ്നങ്ങളൊക്കെ മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അത്രമാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇരുന്നിട്ട് കൂടുതൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ഇല്ലാതിരിക്കാനൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ. ഓക്കെ, 2-3 ദിവസമൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നില്ല. നിങ്ങളൊക്കെ എടുത്ത പോർഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചൊക്കെ നോക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നോ? സമയം? ഓക്കെ, അപ്പോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് തുടങ്ങാം. 10:27 വരെ ആയിട്ടുള്ളൂ. വരുന്നവര് ചിലപ്പോൾ വരാൻ അസൗകര്യമുള്ളവരൊക്കെ ആയിരിക്കാം. നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അവര് റെക്കോർഡഡ് ക്ലാസ് കാണട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ എടുത്തേ ഓർമ്മയുണ്ടോ? മാം ഗാസ്ട്രോ എൻട്രോളജി വരെ. അതിന്റെ പോർഷൻ ഇനി ഗൈനക്കോളജി എടുക്കണം മാം. ഗാസ്ട്രോ എൻട്രോളജി കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് ഡിപ്പാർട്ട്മെന്റ് കൂടി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഹെപ്പറ്റോളജി. ഹെപ്പറ്റോളജി വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഹെപ്പറ്റോളജി വരെയാണ്. അതായത് നമ്മളുടെ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ദ പേഷ്യൻസ് ഹു ആർ സഫറിംഗ് ഫ്രം ഡിസോർഡേഴ്സ് ഓഫ് ലിവർ അല്ലെ, ലിവറിന്റെ ഡിസോർഡേഴ്സുമായി ബന്ധപ്പെട്ട പേഷ്യൻസിന് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റുകൾ, അതുപോലെ തന്നെ അതിന്റെ രോഗനിവാരണങ്ങളൊക്കെ നടത്തുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഹെപ്പറ്റോളജി. അവിടെ വരെയാണ് നമ്മൾ എടുത്തത്. Now we have to move to the next department. അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. അത് ഗൈനക്കോളജി ആണ് അല്ലെ. ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഗൈനക്കോളജി. ഹിയർ ഇൻ ഗൈനക്കോളജിയിൽ ഇനി എന്തൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇറ്റ് ഡീൽസ് വിത്ത് ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലെ. ഫീമെയിൽസിന് ഉണ്ടാകുന്ന, അതായത് സ്ത്രീകളിലാണ് ഈ ഒരു കാര്യം. സ്ത്രീകളുടെ പ്രത്യുൽപാദന ആ ഒരു വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന പല പ്രോബ്ലംസ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുക, അതിനു വേണ്ടിയിട്ടുള്ള രോഗനിവാരണങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ മാറ്റി അത്തരം എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അകറ്റി അവരെ അവർക്ക് റീപ്രൊഡക്ഷന് ഫെർട്ടൈൽ ആയ രീതിയിൽ അവരെ മാറ്റുക എന്നുള്ളതൊക്കെ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി. See, we know that women's life is marked by unique changes from the stage of menarche up to the stage of menopause. നമുക്കറിയാലോ സ്ത്രീകളുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ ബോഡി എന്ന് പറയുന്നത് ഇൻബിൽഡ്, അത് എങ്ങനെയാണ് രൂപീകരിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഒത്തിരി യുണീക്ക് ചേഞ്ചസിന് വിധേയരാകുന്നവരാണ് സ്ത്രീകളുടെ ശരീരം എന്ന് പറയുന്നത് അല്ലെ. യുണീക്ക് ചേഞ്ചസ് എന്ന് വെച്ചാൽ മാറ്റം, അതൊരു എന്തെങ്കിലും ഒരു മാറ്റമല്ല, വ്യത്യസ്തങ്ങളായിട്ടുള്ള മാറ്റമാണ്, ഒറ്റപ്പെട്ട മാറ്റങ്ങളാണ് സ്ത്രീകൾക്ക് ഉണ്ടാകുക. അതായത് ഒരു കുട്ടി നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടോ? ഓക്കെ, എന്താന്ന് വെച്ചാൽ അത് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉള്ളവര് ഒന്ന് സേഫായ സ്ഥലത്തേക്ക് മാറുക, അല്ലെങ്കിൽ അതിനെ നെറ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് ഒന്ന് മൂവ് ചെയ്യുക കേട്ടോ.
അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ റെക്കോർഡഡ് ക്ലാസ് എങ്കിലും വാച്ച് ചെയ്യാനായിട്ട് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ വിമന്റെ ലൈഫ് എന്ന് പറയുന്നത് ഇത്തരം ഒത്തിരി ചേഞ്ചസിന് എന്താ പറയാ അഡാപ്റ്റഡ് ആണ്. അപ്പൊ നമുക്കറിയാം ഒരു പെൺകുട്ടി വളർന്ന് അതിന്റെ എന്താ പറയാ മെനാർക്ക് പീരീഡ് മീൻസ് മെൻസ്ട്രുവേഷന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. ആദ്യത്തെ സ്റ്റേജ് മുതൽ അത് അവസാനിക്കുന്നത് വരെ, അവസാനിക്കുക മെനോപോസ് ആർത്തവ വിരാമം, ആർത്തവ ആരംഭം മുതൽ അതിന്റെ വിരാമം വരെ ഒരുപാട് കാര്യങ്ങൾക്ക് എന്താ പറയാ നമ്മളുടെ ബോഡിയിൽ, ഒരുപാട് വിമൻസിന്റെ ബോഡിയിൽ ഒത്തിരി ചേഞ്ചസ് വരാറുണ്ട്. അത്തരം ചേഞ്ചസ് വരുന്നതോടൊപ്പം തന്നെ ചില കാര്യങ്ങളിൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ്, അതുപോലെ തന്നെ എന്താ പറയാ ഈ ഒരു കാലഘട്ടത്തിനിടയിൽ എന്താ പറയാ അത് നമ്മളുടെ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെയും ബാധിക്കാറുണ്ട്. ഇത്തരം ആ ഒരു തുടക്കം മുതൽ അവസാനം വരെ പല പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവരുണ്ട് അല്ലെ. കറക്റ്റ് ആയിട്ട് നമ്മളുടെ പീരീഡ്സ് കറക്റ്റ് ആകാതെ വരിക, അല്ലെ ഇറഗുലർ ആയിട്ട് വരിക. ഇപ്പൊ ചിലപ്പോ 1 month ഉണ്ടായി, പിന്നെ അടുത്തത് വരുന്നത് നെക്സ്റ്റ് ചിലപ്പോ 3 or 4 months ശേഷമായിരിക്കാം. അപ്പൊ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? സൗണ്ടിന്റെ ഡിസ്റ്റർബൻസ് എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് എന്തോ വേറെ സൗണ്ട് കേൾക്കണ്ടല്ലോ. നല്ല നമ്മുടെ എല്ലാം ഉണ്ടോ? ഒന്ന് ഞാൻ പറയോ? ഇല്ല. ഓക്കെ, അപ്പൊ പുറത്തുനിന്നായിരിക്കാം. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ, അപ്പൊ അത്തരം പ്രോബ്ലംസ് ബിഗിനിങ് സ്റ്റേജ് ഓഫ് നമ്മുടെ മെനാർക്ക് തുടങ്ങി കുട്ടികളിലൊക്കെ കാണാറുണ്ട്. ചിലതൊക്കെ നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷെ ഇത്തരം ശ്രദ്ധിക്കാതെ ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ഇങ്ങോട്ട് വിടും. എന്ന് വെച്ചാൽ കുറച്ചുകൂടിയും കുഴപ്പമില്ലല്ലോ അതങ്ങനെ ആകുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് കംഫർട്ടബിൾ ആവുന്നു വിചാരിക്കും. പക്ഷെ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇറഗുലാരിറ്റി പീരീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നേരത്തെ തന്നെ കറക്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ബിക്കോസ് ഇത്തരം പ്രശ്നങ്ങൾ പിന്നീട് നമുക്ക് ബുദ്ധിമുട്ടുകൾ, അതായത് നമ്മുടെ റീപ്രൊഡക്ഷനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത്തരം പ്രശ്നങ്ങൾ ആ സമയത്തായിരിക്കും ഉണ്ടാക്കുക. അപ്പൊ ഇത്തരം ഇറഗുലാരിറ്റീസ് ഒക്കെ ബിഗിനിങ് സ്റ്റേജിൽ ഇഫ് യു ആർ ഐഡന്റിഫൈയിങ് ആൻഡ് ഇഫ് യു ആർ ടേക്കിംഗ് എനി ട്രീറ്റ്മെന്റ് ഫോർ ദാറ്റ്, അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സകളൊക്കെ നമ്മൾ അതിന്റെ ഏർലി സ്റ്റേജസിലൊക്കെ തന്നെ നടത്തി അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റുകയാണെങ്കിൽ അത്തരം പിന്നീട് ഉണ്ടാകുന്ന നമ്മുടെ പ്രഗ്നൻസി ടൈമിലും ചില കാര്യങ്ങളിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ അന്നേരം വരാറുണ്ട്. അപ്പൊ അതൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഒരു പരിധി വരെ ലിമിറ്റ് നമുക്ക് അതൊക്കെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ പറയുന്ന ചേഞ്ചസ് ഓർ ഡിസീസസ് ഫ്രം ദ സ്റ്റേജ് ഓഫ് മെനാർക്ക് അപ് ടു ദ പോയിന്റ് ഓഫ് മെനോപോസ്, ഇതൊക്കെ നമ്മളുടെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് വിധേയമാണ്. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരുപാട് പെൺകുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകളും ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. ഇനി മാത്രമല്ല ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഗൈനക്കോളജി എന്ന് പറയുന്നത് ഇറ്റ് ഫോക്കസ് ഓൺ ദ മെഡിസിൻസ് ഇൻ പർട്ടിക്കുലർ സം അതർ ഏരിയാസ്. മറ്റ് ചില ഏരിയ കൂടി കവർ ചെയ്യുന്നതാണ് നമ്മുടെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ്. മെയിൻലി അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈനക്കോളജി സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റ് ഉണ്ട്, ഒബ്സ്റ്റെട്രിക്സ് സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റ് ഉണ്ട്, ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റുകളും ഈ ഗൈനക്കോളജി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഗൈനക്കോളജി എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ ഈ പറയുന്ന റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ മൊത്തം ഒരു കംപ്ലീറ്റ് സ്പെക്ട്രം മൊത്തം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അതിനകത്ത് അതുകൂടാതെയും അതിന് എക്സ്ട്രാ കൊടുക്കുന്ന സ്പെഷ്യാലിറ്റി കെയറിങ്ങും കൂടി ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഗൈനക്കോളജി തന്നെ, രണ്ടാമത്തേത് ഒബ്സ്റ്റെട്രിക്സ്, മൂന്നാമത്തേത് ഇൻഫെർട്ടിലിറ്റി. ഇതിന്റെ വകഭേദങ്ങൾ എന്നൊക്കെ പറയാം നമുക്ക്. അതായത് ഗൈനക്കോളജിയിൽ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ കാര്യം തന്നെ സ്ത്രീകളില് അത് ആർത്തവ ആരംഭം മുതൽ ആർത്തവ അവസാനം വരെ ഒത്തിരി പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവരുണ്ട്. അതിനെല്ലാത്തിനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി. ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്നത് അതല്ല, അറ്റ് ദ ഏർലി സ്റ്റേജ് ഓഫ് പ്രഗ്നൻസി ടൈം തുടങ്ങി ആഫ്റ്റർ ദ ചൈൽഡ് ബർത്ത് വരെയുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ഒബ്സ്റ്റെട്രിക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് അറ്റ് ദ ഏർലി സ്റ്റേജ് ഓഫ് ബീങ് എ മദർ, അല്ലെ ഒരു അമ്മയാകാൻ തുടങ്ങുന്നതിന്റെ ആ ഒരു ഏർലി സ്റ്റേജ് മുതൽ, അതായത് അമ്മയാകുക എന്നുള്ള ബിഗിനിങ് സ്റ്റേജ് ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതൊക്കെ അറിയാലോ, അവിടെ നിന്ന് തുടങ്ങി അതുകൂടാതെ പ്രഗ്നൻസി ടൈം ആ സമയത്ത് കംപ്ലീറ്റ് 9 months 9 days എന്നൊക്കെ പറയും, ആ സമയവും കംപ്ലീറ്റും. അതിനുശേഷം ആഫ്റ്റർ ദ ചൈൽഡ് ബർത്ത്, കുട്ടി ഉണ്ടായതിനു ശേഷം, ദാറ്റ് മീൻസ് പോസ്റ്റ് പാർട്ടം പീരീഡ് എന്ന് നമ്മൾ അതിനെ പറയും. ആഫ്റ്റർ ദ ചൈൽഡ് ബർത്ത് അതിനെയാണ് നമ്മൾ പോസ്റ്റ് പാർട്ടം പീരീഡ് എന്ന് പറയുക. അപ് ടു ദ ഡേയ്സ് ഓഫ് 28, ഏകദേശം 10-28 ദിവസമൊക്കെ, 15-28 ഒക്കെ ആണെന്ന് തോന്നുന്നത്. അപ്പൊ അത്രയും ദിവസമൊക്കെ ഒരു കംപ്ലീറ്റ് കെയർ ടു ദ മദർ ആൻഡ് ചൈൽഡ് ടു ബി ഗിവൺ, അല്ലെ നമുക്കറിയാൻ പറ്റും. കുട്ടികൾക്ക് പ്രത്യേകം പരിചരണം നൽകേണ്ട ഒരു ഇതുണ്ട്. അപ്പൊ ആ തുടക്കം മുതൽ അത് തീർന്ന് 28 ദിവസം വരെ അമ്മയും കുഞ്ഞുമായിട്ട് വേർതിരിഞ്ഞ് ആ 28 ദിവസവും അത്രയും മൊത്തം ആ ഒരു പാക്കേജ് ആണ് നമ്മുടെ ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്ന സർവീസ്.
ഓക്കെ. അപ്പൊ തുടക്കം മുതൽ ചില ആളുകൾ അങ്ങനെയാണ്, അവിടെ നിന്ന് തുടങ്ങി ആ കുട്ടി ആയിട്ട് അമ്മയും കുട്ടിയായിട്ട് വേർപെട്ടതിന് ശേഷം അവർക്ക് കൊടുക്കേണ്ട കുറെ ട്രീറ്റ്മെന്റുകൾ ഉണ്ടല്ലോ, അമ്മയ്ക്ക് കിട്ടേണ്ട കുറെ പരിചരണങ്ങൾ, ദേഹ ചികിത്സകളൊക്കെ ഉണ്ട്. അവരുടെ ഹെൽത്തിന് ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും ആ ഒരു പ്രഗ്നൻസിയും ആഫ്റ്റർ ദ പ്രഗ്നൻസി എന്താ പറയാ ഡെലിവറിയും ഒക്കെ. അപ്പൊ അത്തരം മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ സ്ട്രക്ചറിനെ തന്നെ ഒത്തിരി മാറ്റും. അപ്പൊ അതൊക്കെ റിഗെയിൻ ചെയ്യാനും, അപ്പൊ പിന്നെ മാത്രമല്ല ഒത്തിരി കുഞ്ഞുങ്ങളുടെ ആണെങ്കിലും അവരുടെ ഫേസിലോ എന്തെങ്കിലും കണ്ണിലോ മൂക്കിലോ ഒക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യാനും ഒക്കെ ആ ഒരു പീസസ് കൊണ്ട് അല്ലെങ്കിൽ അത്തരം ഡിപ്പാർട്ട്മെന്റ് അതിനു വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ അമ്മ ആകുന്ന ആ ഏർലി സ്റ്റേജ് മുതൽ ആഫ്റ്റർ ദ ചൈൽഡ് ബർത്ത് പോസ്റ്റ് പാർട്ടം പീരീഡ് വരെ കിട്ടുന്ന ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള പാക്കേജ് ഓഫ് ട്രീറ്റ്മെന്റുകളാണ് എവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, ഒബ്സ്റ്റെട്രിക്സിൽ. അതാണ്. മറ്റേത് എന്താ പറഞ്ഞത് ഗൈനക്കോളജി, അതല്ല, അതിന്റെ ഒരു വകഭേദമാണ് നമ്മൾ ഒബ്സ്റ്റെട്രിക്സ് പറഞ്ഞത്. ഗൈനക്കോളജിയിൽ ഫുൾ സ്ത്രീകൾ അനുഭവിക്കുന്ന ഏതു തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ. അല്ലാതെ സ്ത്രീകൾക്ക് പനിയും ചുമയും ഒക്കെ വരുമ്പോൾ നമ്മൾ ഗൈനക്കോളജിയിലല്ല പോകുക. റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് എന്താ പറയാ പ്രത്യുൽപാദന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പീരീഡ്സ് കറക്റ്റ് ആകാതിരിക്കുക, ഇറഗുലർ ആയിട്ട് വരാം, മന്തിൽ തന്നെ ട്വൈസ് ഒക്കെ ചില ആളുകൾക്ക് ഇങ്ങനെ വരും. അപ്പൊ അതൊക്കെ കറക്റ്റ് ചെയ്യേണ്ടത് അറ്റ് ഏർലി സ്റ്റേജ് തന്നെ കറക്റ്റ് ചെയ്താൽ അത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ബാധിക്കില്ല. അപ്പൊ അതൊക്കെ കറക്റ്റ് ചെയ്യുന്നതിനുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി. എന്നാൽ ഒബ്സ്റ്റെട്രിക്സ് അതിന്റെ ഒരു സബ് സ്പെഷ്യാലിറ്റി ആണ്. മദർ ആകുന്ന സ്റ്റേജ് മുതൽ പോസ്റ്റ്മോർട്ടം പീരീഡ് വരെ എന്താ പറയാ കുട്ടിയും അമ്മയുമായിട്ട് മാറുന്നത് വരെ അവർക്ക് കിട്ടേണ്ട കംപ്ലീറ്റ് ട്രീറ്റ്മെന്റുകളാണ് ഒബ്സ്റ്റെട്രിക്സിൽ വരിക. ഇന്നതൊക്കെ ഒത്തിരി ഉണ്ട്. പണ്ടൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആരാ ചെയ്തിരുന്നത്? അമ്മയും കുഞ്ഞുമായിട്ടൊക്കെ എന്താ പറയാ സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞാൽ ആഫ്റ്റർ ദ ചൈൽഡ് ബർത്ത് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ നമ്മൾ ചെയ്യാം? നമ്മുടെ വീട്ടിലുള്ള ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെയാണ് നമ്മളെ ചികിത്സിക്കാനായിട്ട് വരിക അല്ലെ. ഒരു ദേഹ ശുശ്രൂഷകളൊക്കെ ഉണ്ടല്ലോ, അമ്മയ്ക്ക് കൊടുക്കും, കുട്ടിക്ക് കുളിപ്പിക്കുന്നത്, അവർക്ക് കൊടുക്കുന്ന ഫുഡിന്റെ കാര്യത്തിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, ഫോളോ ചെയ്യേണ്ട കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എക്സ്ട്രാ അവർക്ക് കൊടുക്കേണ്ട എന്താ പറയാ ലേഹ്യം, കഷായം, അരിഷ്ടം അങ്ങനെയൊക്കെ ഉണ്ട്. അവർ ദേഹരക്ഷയ്ക്ക് വേണ്ടി കൊടുക്കുന്നത്. അതല്ലാതെ കുട്ടിക്കാണെങ്കിലോ കുട്ടിയുടെ എന്താ പറയാ ബോഡി പാർട്സിലൊക്കെ കണ്ണ്, മൂക്ക്, ചെവിയൊക്കെ ഇങ്ങനെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ചില കുട്ടികളുടെ ഒക്കെ ജനിക്കുമ്പോ ഇങ്ങനെ തലയിലൊക്കെ ഇങ്ങനെ നോർമൽ ഡെലിവറിക്കൊക്കെ ആണെങ്കിലും പുറത്തേക്ക് വരാൻ ഇച്ചിരി താമസം തലയുടെ ബാക്ക് വശം കുറച്ചിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കും, പുറത്തേക്ക് തള്ളി നിൽക്കും. അപ്പൊ അതൊക്കെ നമ്മൾ ആ ഒരു വിതിൻ ആ ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ഡേയ്സ്, ഒരു 28 വരെയൊക്കെ ആണ് തോന്നുന്നത്. അപ്പൊ അതിങ്ങനെ കുളിപ്പിച്ച് നമുക്ക് ഉരുട്ടി എന്താ പറയാ കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പറയുന്ന ട്രീറ്റ്മെന്റുകളൊക്കെയാണ് ഇവിടെ കൊടുക്കുക. പണ്ട് നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് അല്ലെങ്കിൽ ഭർത്താവിന്റെ അമ്മൂമ്മയോ അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെയൊക്കെ അമ്മൂമ്മമാരൊക്കെ ആയിരിക്കും വന്ന് അതൊക്കെ ചെയ്തു തന്നിരുന്നത്. ഇപ്പൊ അതിനൊക്കെ ട്രീറ്റ്മെന്റുകൾ നമ്മുടെ ഹോസ്പിറ്റൽസിൽ തന്നെ പ്രൊവൈഡ് ചെയ്യാണ്. ബിക്കോസ് ഇതൊക്കെ ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ദേ ആർ കോൺഷ്യസ് അബൌട്ട് ദർ ബ്യൂട്ടി ആൻഡ് ബോഡി സ്ട്രക്ചർ. തീർച്ചയായിട്ടും ഇന്ന് സ്ത്രീകളും കുട്ടികളും പെൺകുട്ടികളും ഒക്കെ അവരുടെ ബ്യൂട്ടീനെ കുറിച്ചിട്ടും അവരുടെ ശരീരഘടനയൊക്കെ മാറിപ്പോകാതിരിക്കാനൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ തന്നെയല്ല അത്രയും ഏജ്ഡ് ആയിട്ടുള്ള അമ്മാമ്മമാരും അറിവുള്ളവരും ഒക്കെ ഇന്ന് കുറഞ്ഞു തുടങ്ങി. മനസ്സിലായോ? നമ്മളുടെ അമ്മമാരെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അത്രയും ചിലപ്പോൾ അവർക്ക് അതിനുള്ള കഴിവ് ഉണ്ടാവില്ല. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഇത് ട്രീറ്റ്മെന്റിലൂടെ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഒബ്സ്റ്റെട്രിക്സ്. നെക്സ്റ്റ് വൺ എന്താ? ഇൻഫെർട്ടിലിറ്റി ആണ്. എന്താ ഇൻഫെർട്ടിലിറ്റി? വന്ധ്യത എന്ന് പറയും അല്ലെ. ചില ആളുകളിൽ കാണപ്പെടുന്ന ഒരു കാര്യമാണ്. അതായത് കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്ന അവസ്ഥ. അത്തരം അവസ്ഥകൾ മാറ്റി അവരെ ഫെർട്ടൈൽ ആകുക. ദാറ്റ് മീൻസ് ഒരു ബേബിനെ ബോർ ചെയ്യാനുള്ള രീതിയിലേക്ക് ആക്കി കൊടുക്കുക. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഇൻഫെർട്ടിലിറ്റി. ഒത്തിരി ഇൻഫെർട്ടിലിറ്റി എന്താ പറയാ ഫെർട്ടൈൽ ആക്കി കൊടുക്കുന്ന ഹോസ്പിറ്റൽസിൽ ഇന്ന് അത്തരം സർവീസസ് കൂടി അവൈലബിൾ ആണ്. സർജിക്കൽ തെറാപ്പി ട്രീറ്റ്മെന്റുകളിലൂടെ, മെഡിക്കൽ ട്രീറ്റ്മെന്റുകളിലൂടെ ഒക്കെ ഇതൊക്കെ മാറ്റിയൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഗൈനക്കോളജി എന്ന് പറയുന്നത് മെഡിക്കൽ ആസ് വെൽ ആസ് സർജിക്കൽ ആസ്പെക്ടുകൾ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്നുണ്ട്. മെഡിസിൻ മാത്രം കൊണ്ടല്ല, സർജറീസും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. That means the complete spectrum of disorders which involves the female reproductive system is treated under gynecology. ഗൈനക്കോളജിയിലെ സ്ത്രീകളുടെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കംപ്ലീറ്റ് സ്പെക്ട്രം ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അതാണ് ഏതെന്ന് വിളിക്കുക നമ്മള് ഗൈനക്കോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആയോ? എന്താണ് ഗൈനക്കോളജി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ്? ക്ലിയർ ആയോ?
മെനാർക്ക് മെനോപോസ് ഒക്കെ മനസ്സിലായല്ലോ. മെനാർക്ക് അറ്റ് ദ ബിഗിനിങ് സ്റ്റേജ് ഓഫ് അവർ പീരീഡ് ആൻഡ് മെനോപോസ് എന്ന് പറയുന്നത് അറ്റ് ദ എൻഡ് സ്റ്റേജ്. മെനോപോസ് ആർത്തവ വിരാമം എന്ന് പറയുന്ന സമയമാണ്. അപ്പൊ ഇതൊക്കെ നമ്മളുടെ എന്താ പറയാ ആർത്തവ ആരംഭം എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണോ ആ കറക്റ്റ് ഡേറ്റിന് 1-2 ദിവസമൊക്കെ മാറി വെച്ച് വലിയ പ്രശ്നമില്ല. അതേസമയം ഒത്തിരി ഡ്യൂറേഷനിൽ ചിലപ്പോൾ 1 മാസം 2 മാസം 3 മാസം ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോ അതൊക്കെ പിന്നീടാണ് അതിനെ കുറിച്ചിട്ടുള്ള ബാക്കി അതിന്റെ ആഫ്റ്റർ എഫക്റ്റുകളൊക്കെ വരിക. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് മെനാർക്കാണ്. മെനാർക്ക് അറ്റൈനിങ് ഏജ് മെനാർക്കിലാണ് നമ്മളുടെ ആർത്തവ ആരംഭം. ഓക്കെ, മെൻസസിന്റെ ആൻഡ് ലാസ്റ്റ് സ്റ്റേജ് ആണ് മെനോപോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണെന്ന് മനസ്സിലായല്ലോ ഗൈനക്കോളജി. ഇതിനകത്ത് നമുക്ക് കൂടുതലായിട്ടൊന്നും എഴുതാൻ ഈ വാക്ക് വേണമെങ്കിൽ മാത്രം എഴുതി വെക്കുക. ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ വന്ധ്യത എന്നാണ്. വന്ധ്യത, കുട്ടികൾ എന്താ പറയാ കുട്ടികളെ ഗർഭം ധരിക്കാനുള്ള അവസ്ഥ ഇല്ലാതാകുന്ന ഒരു സിറ്റുവേഷൻ, അതിനെയാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് വിളിക്കുക. മനസ്സിലായോ? ഗൈനക്കോളജി മനസ്സിലായോ? അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകട്ടെ. യെസ്, നെക്സ്റ്റ് വൺ ഒബ്സ്റ്റെട്രിക്സ് ആണ്. ഒബ്സ്റ്റെട്രിക്സ് അതെ, കൺസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ നമ്മളുടെ എഗ് രൂപീകരിക്കപ്പെടുന്ന ഒരു എന്താ പറയാ ഒരു അവസ്ഥ, ആ ഒരു സമയമാണ് കൺസംഷൻ. ഓക്കെ, അവിടെ ഉണ്ടല്ലേ വാക്ക്. ഓക്കെ, കൺസംഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തില് നമുക്കൊരു ഗർഭം ധരിക്കാനുള്ള ആ ഒരു അണ്ടപാകമാകുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ കൺസംഷൻ എന്ന് വിളിക്കുക. എഗ് കൺസംഷൻ പീരീഡ്. ഓക്കെ, അത് നമ്മൾക്ക് എപ്പോഴും അറ്റൈൻ ചെയ്യുന്നത് മെനാർക്ക് കഴിഞ്ഞിട്ടാണ്. മെനാർക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഒരു ഡ്യൂറേഷൻ ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, അതാണ് മെനാർക്കിന്റെ അവിടെ നിന്ന് തുടങ്ങി ഇത്ര ദിവസം കഴിഞ്ഞ് പിന്നെ ആ ഒരു സമയമാണ് നമുക്ക് പ്രത്യുൽപാദനത്തിനുള്ള ഒരു ടൈം ആയി എന്ന് നമുക്ക് കാണിപ്പിച്ചു തരുന്ന ഒരു സൂചനയാണത്. അപ്പൊ അവിടെ നിന്ന് തുടങ്ങിയാണ് ഒരു പെൺകുട്ടിക്ക് ഗർഭം ധരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. യെസ്, ഒബ്സ്റ്റെട്രിക്സ് ആണ് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. ഇത് ഒരു സർജിക്കൽ സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റ് തന്നെയാണ്. അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് കിടക്കുക? ഇവിടെ ഡ്യൂറിങ് ആ ഒരു കംപ്ലീറ്റ് ഒരു പാക്കേജ് പോലെ അമ്മയാകുന്ന സ്റ്റേജ് മുതൽ കുട്ടി ചൈൽഡ് ബർത്തിന് ശേഷവും കൂടി അതിന് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം. ഫോർ ബോത്ത് മദർ ആൻഡ് ചൈൽഡ് അല്ലെ, അമ്മയ്ക്കും കുട്ടിക്കും 2 പേർക്കും എന്താ പറയാ ചികിത്സ കൊടുക്കുന്നത് വരെ ഉള്ള കാര്യങ്ങൾ ഫുള്ളും അവിടെ ഈ ഒരു ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ സർജറീസ് ഉൾപ്പെടെ ആണ് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ചിലരൊക്കെ ഈ പറയുന്ന പോലെ പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ബോഡി സ്ട്രക്ചറിലൊക്കെ വ്യത്യാസം വന്നു കഴിയുമ്പോൾ ചില ആളുകൾ സർജറീസിലൂടെയൊക്കെ നമ്മുടെ ബോഡി സ്ട്രക്ചർ പണ്ടത്തെ പോലെ റീഗെയിൻ ചെയ്യാനായിട്ട് വലിയ സെലിബ്രിറ്റീസ് ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യും. അതുപോലെ എല്ലാവർക്കും അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിലും മെഡിസിൻസിലൂടെയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ട്. അല്ലെങ്കിൽ ഉഴിച്ചിലൊക്കെ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും, മസാജിങ് ഒക്കെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരിക. അപ്പൊ ചൈൽഡ് ബർത്തിന് ശേഷവും കുറച്ച് ദിവസങ്ങൾ കൂടി നമുക്ക് ട്രീറ്റ്മെന്റ് ഒബ്സ്റ്റെട്രിക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തുള്ള ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഫോർ ദ പേഷ്യൻസ് ഹു ആർ സഫറിംഗ് ഫ്രം ഇൻഫെർട്ടിലിറ്റി ബോത്ത് ഇൻ മെൻ ആൻഡ് വിമൻ. അതായത് ഇൻഫെർട്ടിലിറ്റി വന്ധ്യതയ്ക്ക് കാരണം ഒരാൾ മാത്രമല്ല ഈ വന്ധ്യതയെ ഫേസ് ചെയ്യുന്നത് ബോത്ത് മെന്നിനുമാകാം അല്ലെങ്കിൽ വിമനുമാകാം. അപ്പൊ ഈ 2 പേരിലും ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളെ എന്താ പറയാ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ART അല്ലെങ്കിൽ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക് എന്ന് പറയുന്നത്. ART എന്നാണ് നമ്മളതിനെ എന്താ പറയാ ഷോർട്ടാക്കി പറയാം. ART അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക് എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ സർജറിയിലൂടെയോ അല്ലെങ്കിൽ മെഡിസിൻസിലൂടെയോ ബോത്ത് മെന്നിലും വിമനിലും ഉണ്ടാകുന്ന ഇത്തരം ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്ത് അവരെ ഫെർട്ടൈൽ ആക്കുക. അത് ചിലപ്പോൾ തെറാപ്യൂട്ടിക് ടെക്നിക് ആയിരിക്കാം. എന്തായാലും ഏതെങ്കിലും രീതിയിൽ അവരെ ടു ഇംപ്രൂവ് ദയർ ഫെർട്ടിലിറ്റി, അവർക്ക് അവരുടെ എന്താ പറയാ സ്പെർമോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എഗ്ഗോ ഒക്കെ കറക്റ്റ് ആയിട്ട് ഭാഗമാകാനോ അതിന് എന്താ പറയാ റിപ്രൊഡക്ഷന് അവരെ ഹെൽപ്പ് ചെയ്യാനോ അങ്ങനെയൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഈ ഒരു ART ടെക്നിക്കിലൂടെ ചെയ്യാം. അത് മാത്രമല്ല ഇറ്റ് ഓൾസോ പ്രൊവൈഡ് എംബ്രയോളജി. അതായത് ഭ്രൂണശാസ്ത്രമൊക്കെ പഠിച്ച്, എംബ്രയോളജി എന്ന് പറഞ്ഞാൽ ഭ്രൂണശാസ്ത്രമാണ്, അതിനെ കുറിച്ചൊക്കെ പഠിച്ച് വെട്രോ ഫെർട്ടിലൈസേഷൻ, അതായത് കൃത്രിമ ഗർഭധാരണം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ കൃത്രിമ ഗർഭധാരണം സാധ്യമാക്കുക എന്നുള്ളതാണ് ART ടെക്നിക്കിന്റെ പ്രത്യേകത. ART അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്ക്.
ഇതെല്ലാം നടക്കുന്നത് ഒബ്സ്റ്റട്രിക്സിൽ തന്നെയാണ്. അപ്പൊ കുട്ടികൾ ഉണ്ടാകാതിരിക്കാവുന്ന ആളുകൾക്ക്, മെൻ ആയിക്കോട്ടെ വിമൻ ആയിക്കോട്ടെ, അവരെ ഫെർട്ടൈൽ ആക്കുക, അവർക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള തെറാപ്യൂട്ടിക് ട്രീറ്റ്മെന്റുകളോ സർജിക്കൽ ട്രീറ്റ്മെന്റുകളോ മെഡിക്കൽ ട്രീറ്റ്മെന്റുകളോ കൊടുത്ത് അവരുടെ എംബ്രയോളജി എന്താ പറയാ ഭ്രൂണശാസ്ത്രമൊക്കെ പഠിച്ച് അവരെ മെട്രോ ഫെർട്ടിലൈസേഷൻ വഴി കൃത്രിമ ഗർഭധാരണം വഴിയും കുട്ടികൾ ഉണ്ടാകുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് എല്ലാമാണ് നമ്മുടെ ഒബ്സ്റ്റട്രിക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. കിട്ടിയോ എന്താണ് ഒബ്സ്റ്റട്രിക്സ് എന്ന്? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. മദർ ആൻഡ് ചൈൽഡിന് ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ചൈൽഡ് ബർത്ത് വരെയുള്ള ട്രീറ്റ്മെന്റുകൾ കിട്ടുന്നു. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്കിലൂടെ എന്താ പറയാ ബോത്ത് മെൻ ആൻഡ് വിമനിൽ ഉണ്ടാകുന്ന ഇൻഫെർട്ടിലിറ്റിയെ ഇംപ്രൂവ് ചെയ്ത് ഫെർട്ടൈൽ ആക്കി അവർക്ക് മെട്രോ ഫെർട്ടിലൈസേഷനിലൂടെ സർജിക്കൽ ട്രീറ്റ്മെന്റ് കൊടുത്തോ മറ്റ് മെഡിസിൻസിലൂടെയോ ഒക്കെ അവരെ മെട്രോ ഫെർട്ടിലൈസേഷൻ വഴി ഫെർട്ടൈൽ ആക്കി കുട്ടികൾ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക. ദാറ്റ്സ് കോൾഡ് അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഒബ്സ്റ്റട്രിക്സ്. ക്ലിയർ ആയോ? എങ്കിൽ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. ന്യൂറോളജി. ക്ലിയറായല്ലോ? നോട്ട് ലാസ്റ്റ് തരാം കേട്ടോ. കുറച്ച് വാക്കുകളുടെ ഒക്കെ ചിലപ്പോൾ മീനിങ്സോ മറ്റെന്തെങ്കിലും ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻസ് ആവശ്യം ഉണ്ടായിരിക്കും. അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂറോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്താണ് ന്യൂറോളജി? ന്യൂറോളജി ഡീൽസ് വിത്ത് ദ ഹ്യൂമൻ നെർവസ് സിസ്റ്റം, അല്ലെ? ഹ്യൂമൻ നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് ഹ്യൂമൻ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ മെയിൻലി കോൺസെൻട്രേറ്റഡ് ഓൺ അവർ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, അല്ലെ? നമ്മുടെ നെർവ്സിനെ കുറിച്ച് ഉള്ള പഠനമാണ് ന്യൂറോളജി. അതിനു വേണ്ടിയിട്ടുള്ള ചികിത്സകളാണ്. ഇപ്പൊ ന്യൂറോവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ എന്താ പറയാ നെർവ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും, അസുഖങ്ങളൊക്കെ നെർവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടല്ലോ. പെടലി വേദന, ഞരമ്പിന്റെ എന്തെങ്കിലും പ്രശ്നമാകാം, അല്ലെങ്കിൽ ഒത്തിരി ഉണ്ട് നെർവ്സ്. അപ്പൊ അതുകൊണ്ട് അവിടെയൊക്കെ ഏതെങ്കിലുമൊക്കെ നെർവ്സിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. മെയിൻലി ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡാണ്. നമ്മുടെ ബ്രെയിനും അതുപോലെ സ്പൈനൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട നെർവ്സിനാണ് ഇതിന് കൂടുതലും ഇവിടെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന് ന്യൂറോളജിസ്റ്റുകൾ പ്രിഫർ, അല്ലെങ്കിൽ ഈ ഇത്തരം എന്താ പറയാ ന്യൂറോളജിസ്റ്റുകൾ ഹാൻഡിൽ ബോത്ത് ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യൻസ്. ഇൻപേഷ്യൻസിനും അതുപോലെ ഔട്ട് പേഷ്യൻസിനും ഇവരുടെ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ന്യൂറോളജിസ്റ്റ് ഇതെങ്ങനെയാണ് ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു നിഗമനത്തിൽ എത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ദേ മേക്ക് ആൻ ഇന്ററാക്ഷൻ വിത്ത് ദ പേഷ്യന്റ് by taking a comprehensive medical history of the patients and also performing the physical examination focusing on their nerve system. അതായത് ആദ്യം ഇവര് എന്താ പറയാ ഈ ഫിസിഷ്യൻസ്, അതായത് നമ്മളുടെ ന്യൂറോളജിസ്റ്റ്, ഫിസിഷ്യൻസ് അല്ല ന്യൂറോളജിസ്റ്റ്, ഈ പേഷ്യൻസുമായിട്ട് ഒരു ഇന്ററാക്ഷൻ, ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തും. കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്ത് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുകയും അതുപോലെ തന്നെ അവരുടെ കോംപ്രിഹെൻസീവ് ആയിട്ട് മെഡിക്കൽ ഹിസ്റ്ററി, നേരത്തെ അവർക്ക് വന്നിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെയൊക്കെ ചാർട്ടൊക്കെ എടുത്തു വെച്ച് അതോടൊപ്പം പഠിക്കും. അതായത് ഇവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോടൊപ്പം ഇന്ററാക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവരുടെ ചാർട്ടുകൾ, ഇവരുടെ പ്രീവിയസ്ലി എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്താ പറയാ ചാർട്ടുകളിൽ നോക്കിയോ അല്ലെങ്കിൽ അവരോട് തന്നെ ചോദിച്ചോ മനസ്സിലാക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇന്ററാക്ഷൻ നടത്തി അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ കളക്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഫിസിക്കൽ ആയിട്ട് അവരെ എക്സാമിൻ ചെയ്യും. അവരുടെ മൂവ്മെന്റുകളൊക്കെ നോക്കി അവരെ ഒന്ന് എക്സാമിൻ ചെയ്യും, പരിശോധിക്കും. ആ പരിശോധിക്കുന്ന സമയത്ത് അവര് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഇവരുടെ നെർവ്സിനെ ആയിരിക്കും, അല്ലെ? അപ്പൊ നെർവിനെയൊക്കെ നോക്കിയിട്ടാണ് ഇവര് ഈ ഫിസിക്കൽ എക്സാമിനേഷൻസ് ഒക്കെ നടത്തുന്നത്. അപ്പൊ ഇന്ററാക്ഷനിൽ നിന്നാണ് തുടങ്ങുന്നത്. ന്യൂറോളജിസ്റ്റ് ഇത്തരം പേഷ്യൻസ് വരുമ്പോ ഒരു ഇന്ററാക്ഷനിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മളിപ്പോ ഒരു പനി ചുമയൊക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്തായിരുന്നു അസുഖം, എന്താ പനി ചുമ, അത് കഴിഞ്ഞു. പക്ഷെ അതിന്റെ അവിടെ നീട്ടിപ്പിടിച്ച് ഇനി വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഡോക്ടർ വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ അതുപോലെ ഒക്കെ എഴുതി വെക്കും, അല്ലെ? വൈറലായിട്ടുള്ള പനിയൊക്കെ ആണെങ്കിൽ അതൊക്കെയാണ് എഴുതി വെച്ച് മരുന്നൊന്നും പൊക്കോളാൻ പറയും. പക്ഷെ ഇത്തരം നെർവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട പേഷ്യൻസ് ആണെങ്കിൽ അവർ നന്നായി എക്സാമിൻ ചെയ്യും. അപ്പൊ അവരുടെ സംസാരത്തിലൂടെ, അവരുടെ മൂവ്മെന്റുകളിലൂടെ, അവരുടെ മൂവ്മെന്റ് ഓഫ് നെർവ്സിനെ ഒക്കെ നോക്കി ഫിസിക്കൽ എക്സാമിനേഷൻസും ഉൾപ്പെടെ അവര് ശ്രദ്ധിച്ചിട്ടാണ് ഈ ന്യൂറോളജിസ്റ്റുകൾ ഇത്തരം പേഷ്യൻസിനെ എന്താ പറയാ കൈകാര്യം ചെയ്യുന്നത്. ആൻഡ് അന്നേരം ഇവർ ഈ എക്സാമിനേഷൻസ് നടത്തുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നത്? കമ്പോണൻസ് ഓഫ് ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ, മോട്ടോർ സ്ട്രെങ്ത്, സെൻസേഷൻ റിഫ്ലെക്സസ്, കോർഡിനേഷൻ ആൻഡ് ജൈറ്റ്. ഇതൊക്കെയാണ് ഇവര് എന്താ പറയാ ഒന്ന് വിശദമായിട്ട് എന്താ പറയാ നോക്കുന്നത് അല്ലെങ്കിൽ പരിശോധിക്കുന്നത്. എന്തൊക്കെയാണ് പരിശോധിക്കുന്നത്? കോഗ്നിറ്റീവ് ഫംഗ്ഷൻ, അതായത് നമ്മുടെ പേഷ്യന്റിന്റെ ബുദ്ധിപരമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ,
അപ്പൊ ചില ആക്ഷൻസിലൂടെ ആകാം, ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടാവും. എങ്ങനെ അവര് വിജ്ഞാനപരമായിട്ട് അതിനെ എങ്ങനെ പറയുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു. അതാണ് നമ്മളിപ്പോ ഒരു കാര്യം നമ്മുടെ ഫ്രണ്ടിൽ കാണുമ്പോൾ ബുദ്ധിപരമായിട്ട് ബുദ്ധിപരം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ബുദ്ധിയൊന്നും ഉപയോഗിക്കണ്ട. നമ്മൾ സാധാരണ ഒരു കോമൺ സെൻസ് എന്നൊക്കെ പറയില്ലേ, അത്ര കോമൺ സെൻസിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യും. ഹൗ ടു ആക്ട് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ സിറ്റുവേഷൻ നമുക്കറിയാം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ പെടുമ്പോൾ നമ്മൾ അതിന് എങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യണം എന്ന് നമുക്കൊരു സാമാന്യ ബോധമില്ലേ. ആ സാമാന്യ ബോധത്തിനെ കുറിച്ച് പരിശോധിക്കുന്നു. അത് പ്രവൃത്തിയിലൂടെ ആകാം, അല്ലെങ്കിൽ എന്താ പറയാ സംസാരത്തിലൂടെ ആകാം. അത് മനസ്സിലാക്കുന്നു. പിന്നെന്താണെന്നറിയാമോ, പിന്നത്തെ ഒരു അസസ്മെന്റ് എന്ന് പറയുന്നത് മോട്ടോർ സ്ട്രെങ്ത് അസസ്മെന്റ് ആണ്. മോട്ടോർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മസിൽസ് ആൻഡ് ജോയിന്റ്സിന്റെ ഒക്കെ മൂവ്മെന്റുകൾ പരിശോധിക്കുന്നു. മസില് അല്ലെ, നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെയോ മസിൽ ഉണ്ടല്ലോ, ആ മസിൽ മൂവ്മെന്റുകൾ. അതുപോലെ തന്നെ ജോയിന്റുകൾ ഉണ്ട് പല സ്ഥലത്തും അല്ലെ, കൈയുടെ ഇവിടെ ഉണ്ട് ജോയിന്റ്, മുട്ടിന്റെ നീ കാലിന്റെ അതെ മുട്ടിന്റെ ഒക്കെ അവിടേക്ക് നമുക്ക് ജോയിന്റ്സ് ഉണ്ട്. അപ്പൊ ഇതിന്റെ മൂവ്മെന്റുകൾ നോക്കുക, അതിനെയാണ് മോട്ടോർ സ്ട്രെങ്ത് എന്ന് വിളിക്കുക. ഇതൊരു 3-4 ടൈപ്പ് ഉണ്ട്. ഈ മൂവ്മെന്റ് നോക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാ, വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന പേഷ്യന്റിന് മൂവ്മെന്റ് മനസ്സിലാക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, വെറുതെ ഞാനിങ്ങനെ വന്ന് ഒരു ന്യൂറോളജിസ്റ്റിന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്, അങ്ങനെ ഇത്തരം അസസ്മെന്റുകൾ നടത്തുകയാണ്. കോഗ്നിറ്റീവ് ഫംഗ്ഷനെ അസസ് ചെയ്തു, എന്നോട് ചിലപ്പോൾ ഒരു കാര്യം കാണിച്ചു, അതിന് ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് പുള്ളിക്കാരൻ നോക്കി. വലിയ കുഴപ്പമില്ല. ഓക്കെ, കോഗ്നിറ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളൊരു സിറ്റുവേഷനോട് എങ്ങനെ പ്രതികരിക്കുന്നു. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം. എന്താ പറയാ, ഇപ്പൊ ഒരാളുടെ മുഖത്ത്, ഞാൻ ഒരാളുടെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്, ഒരു മുഖത്ത് ഒരു ഈച്ചയോ കൊതുകോ വന്നിരിക്കുന്നു, ഒരു ഒറ്റയടി അങ്ങോട്ട് കൊടുത്താലോ എങ്ങനെ ഇരിക്കും? നിങ്ങൾ പറ, എന്ത് പറയും നിങ്ങൾ? അതിനെന്തോ കുഴപ്പമുണ്ടല്ലോ എന്നല്ലേ പറയുള്ളൂ. ടീച്ചർക്ക് എന്താണ് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെയാണോ? ഒന്നില്ലെങ്കിൽ നമ്മൾ അവിടെ ഈച്ചിരിക്കണം, അല്ലെങ്കിൽ കൊതുകിരിക്കണം, നമ്മൾ അറിയില്ലാത്ത ഒരാളുടെ അടുത്താണ്. നമ്മൾ കൂട്ടുകാരോടൊക്കെ പറയുന്ന പോലെയാണ് ഞാൻ പറഞ്ഞത്. നമ്മളൊരു ഡോക്ടറിന്റെ മുമ്പിൽ ചെന്നിരിക്കുന്നു, അപ്പൊ ഡോക്ടർ അതിനെങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് കാണിക്കാനാണ്. അല്ലെങ്കിൽ നമ്മളുടെ മുമ്പിൽ വേറെ ഏതെങ്കിലും ഒരു ആക്ഷൻ കാണിക്കുന്നു, അതിനോട് ഹൗ വി റിയാക്ട്. അത് ശരിയായ രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത്, വലിയ കുഴപ്പമില്ല. ഓക്കെ, സാധാരണ എല്ലാവരും ചെയ്യുന്നതന്നെ. അല്ലെങ്കിൽ ഡോക്ടർ അവിടെ ഈച്ച അല്ലെങ്കിൽ കൊതുക്, അത് നമ്മൾ ചിലപ്പോൾ വന്ന് പതുക്കെ തട്ടിക്കളയാം, പതുക്കെ. അല്ലെങ്കിൽ നമ്മൾ അതിനെ കാണിച്ചു കൊടുക്കുന്നത് ഇന്ന സാധനം അവിടെ ഇരിക്കുന്നു. അല്ലെങ്കിൽ വല്ല ആളുകളുടെ തലയിൽ എന്തെങ്കിലും പ്രാണിയൊക്കെ വന്നിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, തലയിൽ പ്രാണി അല്ലെങ്കിൽ നമ്മൾ ഇന്നിട്ട് പതുക്കൊന്ന് തട്ടിക്കളയും. ഒരു ഒറ്റയടി ആ പ്രാണിയോടോ അല്ലെങ്കിൽ ആ ഒരു ജീവിയോടോ ദേഷ്യം മുഴുവനും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ചിലപ്പോൾ അതിരിക്കുന്ന ആളുടെ തലയ്ക്കായിരിക്കും കുഴപ്പം വരിക അല്ലെ. അപ്പൊ നമ്മൾ റിയാക്ട് ചെയ്യുന്ന രീതി, അതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മൾ ബുദ്ധിപരമായിട്ടാണ് ചെയ്യുക എന്ന് വെച്ചാൽ അതിനെങ്കിലും ഒരു സാമാന്യ ബോധം നമുക്ക് വേണം. അത്തരം ഫംഗ്ഷൻസ് കൃത്യമായിട്ട് നടക്കുന്നില്ലെങ്കിൽ മേ ബി സം പ്രോബ്ലംസ്. അപ്പൊ നമ്മുടെ നെർവ്സുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, ബുദ്ധി പ്രവർത്തിക്കുന്നതിന് ഇച്ചിരി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അതാണ് ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആണ് നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷൻസും അല്ലെ. ബ്രെയിൻ പറയുന്ന രീതിയിലല്ലേ നമ്മൾ ഓരോ ആക്ഷൻസും ചെയ്യുന്നത്. ആണോന്നാവോ? അതെ. കാരണം ഇപ്പൊ നമ്മൾ റോഡിന്റെ നടുക്കേ കൂടി നടക്കുകയാണ്, നമ്മൾ കുഴപ്പമില്ല, വണ്ടി ഒന്നും മഞ്ഞില്ല, അപ്പൊ നമ്മൾ റോഡിൽ നടുവിൽ കൂടി നടക്കുന്നു അല്ലെ. നമ്മള് നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് എതിരെ ഓപ്പോസിറ്റിൽ ഒരു വെഹിക്കിൾ വരികയാണ്, ഓപ്പോസിറ്റ് ബാക്കിൽ നിന്നോ സൗണ്ട് കേൾക്കുമല്ലോ, വെഹിക്കിൾ ആകുമ്പോ നമുക്ക് കേൾക്കാൻ പറ്റുന്നതുകൊണ്ട് കേൾക്കാം അല്ലെങ്കിൽ കാണാം ഓപ്പോസിറ്റിൽ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒബിയസ്ലി നമ്മൾ എന്താ ചെയ്യുക? വി വിൽ മൂവ് ടു എ സൈഡ് അല്ലെ, നമ്മൾ ഒരു സൈഡിലേക്ക് മാറും, സോ ദാറ്റ് ആ വണ്ടിക്ക് അങ്ങോട്ട് സ്മൂത്ത് ആയിട്ട് പോകാം, വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ മാറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്റെ അടുത്ത് കൊണ്ടുവന്ന് വന്ന് അടുത്തെത്താറാകുമ്പോ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹോൺ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ, ഹോൺ അടിച്ചുകൊണ്ടിരിക്കും അവര്, ഞാൻ മാറാൻ വേണ്ടി. അപ്പൊ നമ്മുടെ ബ്രെയിൻ നമുക്കൊരു ഇൻഫോർമേഷൻ തരാം, യു ഹാവ് ടു മൂവ് സൈഡ്. ആ ബ്രെയിൻ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മൂവ് ചെയ്യണമെന്ന് എന്നോടല്ല ഇൻഫോർമേഷൻ കൊടുക്കണം, എന്റെ കാലിനോട് ഇൻഫോർമേഷൻ പാസ് ചെയ്യും. അപ്പൊ തന്നെ കാല് വേഗം തന്നെ അങ്ങോട്ടേക്ക് നീങ്ങും, അപ്പൊ നമ്മൾ നീങ്ങുമല്ലോ. അതാണ് അത്തരം ഫംഗ്ഷൻസ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നതാണ് കോഗ്നിറ്റീവ് ഫംഗ്ഷൻ. ഇതിപ്പോ റോഡിന് നടക്കൊണ്ടുപോയിട്ട് ഡോക്ടർക്ക് നീങ്ങണ്ടോന്ന് നോക്കി ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. പറ്റുമോ? റോഡിന്റെ നടുക്ക് കൊണ്ടുപോയി നിർത്തി. ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ആണ്, ടീച്ചർ എന്തൊക്കെ പറയുന്നത് എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ ഡോക്ടർ പിടിച്ചുകൊണ്ടുപോയി റോഡിന്റെ നടുക്ക് നിർത്തിയിട്ട് ഇയാള് ബസ് വരുമ്പോ അല്ലെങ്കിൽ വണ്ടി വരുമ്പോ മാറുന്നുണ്ടോ അത് നോക്കിയിട്ടാണോ? തീർച്ചയായിട്ടും അല്ല. അപ്പൊ ഡോക്ടർ അവരുടെ മുമ്പിൽ ഇരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കാണിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ എടുത്ത് ഒരു ഐറ്റം എന്തെങ്കിലും എടുത്ത് കാണിച്ചു കൊടുത്തോ, ഒരു പർട്ടിക്കുലർ തിങ് എടുത്ത് കാണിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യം ചോദിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തിക്കാൻ വേണ്ടി റിയാക്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു ആക്ട് കാണിക്കുകയോ ഒക്കെ ചെയ്യുന്നു. അതിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാം ആൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. മോട്ടോർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽ കിട്ടിയോ? അപ്പോ പറഞ്ഞത് മനസ്സിലായോ? ആരോ ചോദിച്ചിട്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത കോഗ്നിറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ചോദിച്ച ആൾക്ക് ഡൗട്ട് ക്ലിയർ ആയോ? പ്ലീസ് ഒന്ന് വേഗം റെസ്പോണ്ട് ചെയ്യൂ. ചോദിച്ച ആളില്ലേ ഇപ്പൊ? യെസ്, ഓക്കെ, അഖിലാണ് ചോദിച്ചത്. വെരി ഗുഡ്. അപ്പൊ എന്താ മോട്ടോർ സ്ട്രെങ്ത്? മോട്ടോർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്?
നമ്മളുടെ ജോയിന്റുകൾക്ക് അല്ലെങ്കിൽ മസിൽസിന് ഏതെങ്കിലും തരത്തിലുള്ള ആ മൂവ്മെന്റുകൾ വാച്ച് ചെയ്തും അവർക്ക് നെർവ് സിസ്റ്റത്തിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മള് ഇങ്ങനെ വെറുതെ ഞാൻ ഇങ്ങനെ ഇരിക്കും, അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നെ, വെറുതെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു, ഡോക്ടർക്ക് എന്റെ മസിൽ മൂവ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ജോയിന്റ് മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. സോ the doctor may suggest you to make some actions. ചില ആക്ഷൻസ് കാണിച്ചിട്ട് അതുപോലെ ചെയ്യാൻ പറയും. ആ ആക്ഷൻ വാച്ച് ചെയ്തിട്ട് അവർക്ക് നമ്മുടെ മസിൽ ജോയിന്റ് ഒക്കെ മൂവ് ചെയ്യുന്നുണ്ടോ നോക്കാൻ പറ്റും. യൂഷ്വലി ഡോക്ടേഴ്സ് അതിന് വേണ്ടി ചെയ്യുന്നത് നമ്മളെ ഈ ചുമരിന്റെ അവിടേക്ക് നിർത്തിയിട്ട് കൈ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, അതിലേക്ക് പ്രസ് ചെയ്ത് വെക്കുന്നു. ചുമരില് അല്ലെ പ്രസ് ചെയ്ത് വെക്കുന്നു, ചുമരുണ്ടാവില്ല എന്തായാലും ഡോക്ടറിന്റെ അടുത്ത്. അപ്പൊ അവിടെ പ്രസ് ചെയ്ത് വെച്ചിട്ട് നമ്മളോട് ഇങ്ങനെ പുഷ് ചെയ്യാൻ പറയും. സോ ദാറ്റ് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെദർ ദ മസിൽ ആൻഡ് ജോയിന്റ് ഈസ് മൂവിങ് പ്രോപ്പർലി. ആ ജോയിന്റും മസിൽസ് ഒക്കെ മൂവ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ജോയിന്റ് മൂവ് ചെയ്യുന്നുണ്ടാവും, മസിൽ മൂവ് ചെയ്യുന്നുണ്ടാവില്ല. ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പോൾ മസിൽ മൂവ് ചെയ്യുന്നുണ്ട്, ജോയിന്റ് മൂവ് ചെയ്യുന്നുണ്ടാവില്ല. അതുപോലെ കാലുകളുടെയും അങ്ങനെ തന്നെ നോക്കും. കാലിന്റെയും അതുപോലെ തന്നെ ഇവിടെയൊക്കെ മസിലില്ലേ, കാലിന്റെ നീന്റെ ബാക്കിലെ ഒരു മസിൽ ഉണ്ടല്ലോ, ആ മസിലുകൾക്ക് മൂവ് ചെയ്യാനായിട്ട് അതിനും കാലുകൊണ്ടും ചില ആക്ഷൻസ് നമ്മളോട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. അപ്പൊ അത് ചെയ്യുമ്പോൾ അവർക്ക് അത് നോക്കാൻ പറ്റും ഏതാണ്. ഇതൊക്കെ ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്, അതായത് ന്യൂറോളജിക്കൽ എക്സാമിനേഷൻസിൽ പെടുന്നതാ. അപ്പൊ അങ്ങനെ നോക്കുന്നു, അപ്പൊ അങ്ങനെ പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ പറ്റും. അതും കൂടി നോക്കുന്നു. പിന്നെന്താണ്, സെൻസേഷൻ റിഫ്ലക്സസ്. നമുക്ക് തൊടുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ, തൊടുന്നത് അറിയുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റിംഗ് നടത്തുന്നു. പിന്നെ കോർഡിനേഷൻ, ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുത്ത് ചിലപ്പോ പറയാനൊക്കെ ആവശ്യമുണ്ട്, കോർഡിനേറ്റ് ചെയ്ത് പറയാൻ. ഇപ്പൊ ചില പ്രവർത്തികൾ ഇന്ന് രാവിലെ തുടങ്ങി ഇതുവരെ എന്തൊക്കെ പ്രവർത്തികൾ കാലത്തൊന്ന് ചെയ്തു, അതൊന്ന് ഓർത്തെടുത്ത് പറയാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടേ അതും ചെയ്തു. അങ്ങനെയും ചെക്ക് ചെയ്യുന്നു. അതൊക്കെ ഈ പറയുന്ന നമ്മുടെ ന്യൂറോളജിക്കൽ എക്സാമിനേഷന്റെ പരിശോധനയുടെ ഭാഗമാണ്. പിന്നെ എന്താ, ജൈക്ക് നടത്തി നോക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടത്തും. അപ്പൊ നടക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഈ ന്യൂറോളജിക്കൽ സംബന്ധമായ ഡിസീസസ് പേഷ്യൻസിന് ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്. മനസ്സിലായോ പറഞ്ഞത് എന്തൊക്കെയാന്ന്? ന്യൂറോളജിക്കൽ എക്സാമിനേഷനിൽ വരുന്ന കമ്പോണന്റുകൾ എന്തൊക്കെയാന്ന് ഇമ്പോർട്ടന്റ് ആണത്. പേഷ്യന്റിന്റെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ, മോട്ടോ സ്ട്രെങ്ത്, സെൻസേഷൻ റിഫ്ലക്ഷൻ, കോർഡിനേഷൻ ആൻഡ് ജൈക്ക്. ഇതൊക്കെ ഇവരെ ചെക്ക് ചെയ്യുന്ന രീതിയാണ്. ഈ പേഷ്യൻസിന് ഞരമ്പ് പരമായിട്ടുള്ള നെർവ്സ് പരമായിട്ട് എന്തെങ്കിലും ഡിസീസസ് ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഈ പറയുന്ന വിഭാഗത്തിലെ സർജറീസും നടക്കുന്നുണ്ട്. ബട്ട് യൂഷ്വലി ന്യൂറോളജിസ്റ്റുകളല്ല പെർഫോമിംഗ് ദിസ് സർജറീസ്. ഈ ഡിപ്പാർട്ട്മെന്റിലെ ന്യൂറോളജിസ്റ്റുകൾ സാധാരണ സർജറി ചെയ്യാറില്ലെന്ന്. ന്യൂറോളജി വിഭാഗം കൈകാര്യം ചെയ്യുന്നത് തീർച്ചയായും ന്യൂറോളജിസ്റ്റ് തന്നെയാണ്, പക്ഷെ സർജറി ഇവർ ചെയ്യില്ല. If the patient requires some surgery, neurosurgeon will perform it. ആരാ ചെയ്യണ്ടേ? ന്യൂറോളജിസ്റ്റ് അല്ല എങ്കിൽ പിന്നെ ആരാണ് ചെയ്യുന്നത്? ന്യൂറോളജി വിഭാഗത്തിൽ വരുന്ന സർജറീസ് ന്യൂറോസർജൻ എന്നാണ് ആളുടെ പേര്. അപ്പൊ സർജിക്കൽ ഇന്റർവെൻഷൻസ് നടത്തുന്നത് ന്യൂറോസർജൻ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ന്യൂറോളജിയിൽ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു അവർ സ്പൈനൽ കോഡ് ആൻഡ് ബ്രെയിൻ, ദാറ്റ് മീൻസ് ഹ്യൂമൻ നെർവ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂറോളജി. ന്യൂറോളജിസ്റ്റുകളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്. ബോത്ത് ഇൻപേഷ്യൻസ് ആൻഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് എങ്ങനെയാണ് ഇവരുടെ ആ ഒരു ന്യൂറോളജിസ്റ്റുകൾ അവരുടെ ആ ഒരു അസസ്മെന്റുകൾ നടത്തുന്നതിന്റെ ഒരു പ്രോപ്പർ വേ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ദേ മേക്ക് സം ഇന്ററാക്ഷൻസ് വിത്ത് ദ പേഷ്യൻസ്, including their taking their comprehensive medical history ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ നടത്തുന്നു. അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, ഫിസിക്കൽ പെർഫോമൻസുകൾ നോട്ട് ചെയ്യുന്നു, വാച്ച് ചെയ്യുന്നു, നെർവ് സിസ്റ്റത്തെ മൊത്തത്തിൽ അങ്ങോട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻസ് നടത്തുന്നു. എങ്ങനെയാണ് ഇവര് ഈ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻസ് നടത്തുന്നതെന്ന് വെച്ചാൽ പേഷ്യന്റിന്റെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ, മോട്ടോ സ്ട്രെങ്ത്, ജൈറ്റ്, കോർഡിനേഷൻ ആൻഡ് സെൻസേഷൻ റിഫ്ലക്ഷൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് അവരുടെ കാര്യങ്ങൾ അവർ എന്താ പറയാ പേഷ്യന്റിനെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ നടത്തുന്നത്. ന്യൂറോളജിസ്റ്റുകൾ സാധാരണ സർജറീസ് പെർഫോം ചെയ്യുന്നില്ല. ന്യൂറോ സർജൻ ആയിരിക്കും സർജിക്കൽ ഇന്റർവെൻഷൻസ് നടത്തുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ അല്ലേ എല്ലാവരും? മഴയൊക്കെ പെയ്തിട്ടാണോ ഒരു എനർജിയിലെന്ന് തോന്നുന്നു ഇപ്പത്ത് പറയുന്നോ? ആ ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. സോ നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയാലോ? ഉറങ്ങുന്നല്ലോ എല്ലാവരും? മഴയൊക്കെയാണ്, തണുപ്പൊക്കെ ആയതുകൊണ്ട് ഉറക്കം വരണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ലല്ലോ, ചാടി ചാടി നിൽക്കണം നമ്മള് എപ്പോഴും. ഓക്കെ, വെരി ഗുഡ്. സോ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. അതുകൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് എഴുതാം. എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ അടുത്ത ഡിപ്പാർട്ട്മെന്റിലൊക്കെ, കാരണം
ഇതിന് കുറച്ച് പോയിന്റുകൾ ഉണ്ടല്ലോ എഴുതാനായിട്ട്. നെഫ്രോളജിയാണ്, കുഞ്ഞു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നെഫ്രോളജി deals with the treatment, diagnosis and treatment which affects the kidney. നമ്മളുടെ കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് ആണ് നെഫ്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ കിട്ടുന്നത്. ഈ പറയുന്ന കിഡ്നിക്കുമായിട്ട് ബന്ധപ്പെട്ട രോഗം എന്ന് പറയുമ്പോ കുറച്ചു ഷാമി മറ്റേ അവിടെ അല്ലേ, പുറത്തല്ലേ അല്ലേ, ദുബായിലോ അവിടെ എങ്ങോട്ടല്ലേ ആളല്ലേ? ഞങ്ങളെ കൊണ്ട് തണുപ്പ് കുറച്ച് എപ്പോ വെള്ളത്തിൽ പോകുന്നു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടായിരിക്കണേ അല്ലേ ഷാമി? അവിടെയല്ലേ, പുറത്തുള്ള ആളല്ലേ? യെസ്, കുവൈറ്റ്. ഓക്കെ, ഞാൻ എവിടെ പുറത്താണെന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അഖിൽ, അവര് എവിടെയാണ് അഖില്? ഇവിടെ ചൂടാണെന്നോ? പുറത്ത് തന്നെയാണോ? സെയിം, അവിടെ തന്നെയാ, കുവൈറ്റ് തന്നെയാ. ഓ, കുവൈറ്റിലുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെയൊക്കെ എന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുകയാണ്. എപ്പോ വെള്ളം വരും, കുറച്ച് ദിവസമൊക്കെ കുറച്ച് നേരമൊക്കെ വെയിൽ ഭയങ്കരമായിട്ട് കാണും, പക്ഷെ അപ്പൊ തന്നെ ഭയങ്കര അതിനേക്കാൾ ഡാർക്കായിട്ട് ഭയങ്കര ഇരുട്ടൊക്കെ ആയിട്ട് മഴ പെയ്യും. അപ്പൊ അതുകൊണ്ട് പേടിയൊക്കെ ഉണ്ട്. കാരണം ഞങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ വെള്ളത്തിൽ പോയവരായതുകൊണ്ടേ പേടിയുണ്ട്. ഒത്തിരി മഴ കൂടുതൽ 2 ദിവസം അടുപ്പിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ പേടിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ആവട്ടെ. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മളുടെ നെഫ്രോളജി എന്ന് പറയുന്നത് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇനി ഇതിനകത്ത് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പെടുന്ന മറ്റൊരു കാര്യമാണ് ഇൻക്ലൂഡിങ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ്. ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് ഉൾപ്പെടെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എന്താന്ന് പറഞ്ഞുതരാം. മാത്രമല്ല ഹൈപ്പർ ടെൻഷനും പെടുന്നുണ്ട്. പിന്നെ റിനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി, അതായത് നമ്മുടെ കിഡ്നി റീപ്ലേസ് ചെയ്യുന്ന തെറാപ്പീസ് ഇതിനകത്ത് പെടുന്നുണ്ട്. ഇൻക്ലൂഡിങ് അതിനകത്ത് വരുന്നത് തന്നെയാണ് ഈ കിഡ്നി മാറ്റിവെക്കുന്നതും, അതുപോലെ തന്നെ കിഡ്നിക്ക് എന്താ പറയാ ഡിസീസസ് ബാധിച്ചു കഴിഞ്ഞാൽ ഡയാലിസിസ് പോലെയുള്ള കാര്യങ്ങൾ പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തുന്നുണ്ടല്ലോ. അപ്പൊ ഡയാലിസിസും ഇതിനകത്ത് പെടുന്നുണ്ട്, ട്രാൻസ്പ്ലാന്റേഷൻ പെടുന്നുണ്ട്. അപ്പൊ നെഫ്രോളജിസ്റ്റുകളാണ് ഇതൊക്കെ ചെയ്യുക. ഏത് ട്രാൻസ്പ്ലാന്റേഷനും ഡയാലിസിസും ഒക്കെ ക്യാരിഡ് ഔട്ട് ബൈ നെഫ്രോളജിസ്റ്റുകളാണ്. ഓക്കെ, നെഫ്രോളജിസ്റ്റ് ആണ് നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്, which focus on the diagnosis and treatment of kidney including electrolyte disturbance and also hypertension. പിന്നെ റിനൽ റീപ്ലേസ്മെന്റ് തെറാപ്പീസ് ഇൻക്ലൂഡിംഗ് ഡയാലിസിസും ഇതിനകത്ത് ആൻഡ് ഓൾസോ ട്രാൻസ്പ്ലാന്റേഷനും ഒക്കെ ഇതിനകത്ത് പെടുന്നുണ്ട്. ആൻഡ് വാട്ട് ഡു യു മീൻ ബൈ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ്? എന്താണ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്? അതായത് ഇപ്പൊ നമ്മളുടെ ബോഡിയിലെ ആവശ്യത്തിന് എന്താ പറയാ മിനറൽസ്, ഉദാഹരണത്തിന് നമ്മളുടെ നമുക്ക് വേണ്ട ശരീരത്തിന് കുറെ മിനറൽസ് ആവശ്യമുണ്ടല്ലോ, അതിന് അത്രയും ആവശ്യത്തിന് ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലായിരിക്കുന്ന അവസ്ഥ. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ എല്ലാം ഒരു ആവറേജ് കണ്ടന്റ് വേണം അല്ലെ? വൈറ്റമിൻസ് അത്ര എന്താ പറയാ ആവശ്യത്തിന് വേണം, ബ്ലഡ് ആവശ്യത്തിന് വേണം, എന്താ പറയാ പ്രോട്ടീൻസ് ആവശ്യത്തിന് വേണം അല്ലെ? വൈറ്റമിൻസുകൾ പലതും ആവശ്യത്തിന് വേണം. ഇതൊക്കെ ആവശ്യത്തിൽ കൂടുതലും കുറഞ്ഞായിപ്പോയാൽ എന്ത് പറ്റും? പ്രശ്നമാണ്. അതൊക്കെ ഡിസീസായി മാറാം, അതൊക്കെ ചില രോഗങ്ങളായി മാറും അല്ലെ? തൈറോയ്ഡ് ഒന്നും പറയണ്ട, നമുക്ക് തൈറോയ്ഡ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. തൈറോയ്ഡ് നമുക്ക് ആവശ്യത്തിന് വേണം. തൈറോയ്ഡ് ഗ്ലാൻഡ് ഷുഡ് പ്രൊഡ്യൂസ് തൈറോയ്ഡ്. തൈറോയ്ഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈറോയ്ഡ് ഗ്ലാൻഡുകൾ ആവശ്യത്തിന് തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യണ്ടേ? പക്ഷെ ഇൻ സം പീപ്പിൾ ഇറ്റ് പ്രൊഡ്യൂസസ് മോർ. ചിലർക്ക് എന്ത് ചെയ്യും? കൂടുതൽ തൈറോയിഡ് ഉത്പാദിപ്പിക്കപ്പെടും. ചിലരുടെ ശരീരത്തിൽ ഒട്ടും തന്നെ ഭയങ്കര സ്ലോ പ്രോസസ്സിംഗ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിൽ. അപ്പൊ തൈറോയിഡ് ഭയങ്കര കുറവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. അപ്പൊ ഇത് കുറവ് വന്നാലും പേഷ്യന്റ് ആയി, കൂടുതലായാലും തൈറോയിഡ് പേഷ്യന്റ് ആയി. ഓക്കെ, അതേസമയം നോർമൽ ആവറേജ് എത്ര വേണം? അതുപോലെ തന്നെയല്ലേ ഷുഗർ പറയാറില്ലേ? ഷുഗറിന്റെ അളവ് ഒരു ആവറേജ് ഒരു കണ്ടന്റ് ഇത്ര വേണമെന്നുണ്ട് ഓരോ ആളുകളുടെ ഒരു ഏജ് അനുസരിച്ച്. അതിൽ കൂടുതൽ പോയാലും ഷുഗർ പേഷ്യന്റ് ആയി അല്ലെ, താഴെ പോയാലും ഷുഗർ പേഷ്യന്റ് ആയി, ഡയബറ്റീസ് എന്ന് പറയുന്ന സംഭവം വരും. അപ്പൊ അത്തരം പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് മിനറൽസും നമ്മുടെ ശരീരത്തിൽ വേണം. ഇഫ് ഇറ്റ് ഈസ് ടു ലോ ഓർ ടു ഹൈ, അത് വരുമ്പോ നമ്മൾ പറയും ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്. ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം നമ്മുടെ ശരീരത്തിൽ കൃത്യമായ അളവുകളിൽ വേണം. അതിലെ കൂടുതൽ പോയാൽ ഇംബാലൻസ്ഡ് ആയി, താഴെ പോയാലും ഇംബാലൻസ്ഡ് ആയി. ബാലൻസ് ചെയ്യുന്നില്ല എന്നർത്ഥം. നമ്മുടെ ശരീരത്തിന് ആനുപാതികമായിട്ട് ഈ പറയുന്ന എല്ലാ സാധനങ്ങളും കറക്റ്റ് അളവുകളിൽ റേഷ്യോയിലാണ് വരേണ്ടത്. അത് ഏതെങ്കിലും ഒരു സാധനം കൂടിപ്പോയി കഴിഞ്ഞാൽ അത് ഇംബാലൻസ് ചെയ്തു.
ഈ കട്ടിയും ത്രാസും വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ലെവൽ ചെയ്ത് നിൽക്കണ്ടേ, ഒരേപോലെ നിൽക്കണ്ടേ. പക്ഷെ അത് ചിലപ്പോൾ ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ നിൽക്കുമ്പോൾ അതിനെയാണ് നമ്മൾ. അപ്പൊ മിനറൽസ് അധികം ശരീരത്തിൽ വന്നാലോ അതിന്റെ അളവ് കുറഞ്ഞു വന്നാലോ എന്താ പറയാ, ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് ആയെന്ന് പറയും. അത് എന്തിന് കാരണമാകാം? അത് ചിലപ്പോ നമ്മുടെ കിഡ്നി ഡിസീസിന്റെ ഒരു സൈനാണ്, ഒരു അടയാളം, ഒരു സൂചന, ഒരു സിംറ്റം. കിഡ്നിക്ക് എന്തോ ഫെയിലിയർ വരുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് വിളിക്കുക. ഇനി അടുത്ത എന്താ? ഹൈപ്പർ ടെൻഷൻ. എന്താ? അതുപോലെ തന്നെ മറ്റൊരു സാധനം ഹൈപ്പർ ടെൻഷൻ. അതിനെ HTN, HPN, HT എന്നൊക്കെ നമുക്ക് ഷോർട്ട് ആയിട്ട് പറയാം കേട്ടോ. ഇതും ഇതുപോലെ തന്നെയാണ്, ബ്ലഡ് പ്രഷറിന്റെ കാര്യമാണ് അതല്ലേ. ബ്ലഡ് പ്രഷർ ഇപ്പോ എന്താ പറയാ ഭയങ്കരമായിട്ട് ഒരു ലിമിറ്റിന് എബവ് പോകുമ്പോൾ അതിനെയാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുക. If the blood pressure increases its limit, ഒരു പരിധി ഉള്ളതിന്, ആ പരിധിയിൽ അധികമാകുമ്പോൾ അതിനെ നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കും. ഹൈപ്പർ ടെൻഷനെ HT എന്നോ HTN എന്നോ HPN എന്നോ ഒക്കെ പറയാണ്ട് നമുക്ക് ഷോർട്ട് ആക്കി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ട്രീറ്റ് ചെയ്യണം. കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. നെഫ്രോളജിസ്റ്റുകളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇതിനകത്ത് കിഡ്നി ഡിസീസസ് മാത്രമല്ല ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ്, അതായത് മിനറൽസിന്റെ അളവ് വളരെയധികം കൂടുതലോ കുറവോ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ്, ഇംബാലൻസ് ഉണ്ടാകുകയും അത് ഒരു കിഡ്നി ഫെയിലിയറിന് അല്ലെങ്കിൽ കിഡ്നി ഡിസീസസിന്റെ സൈൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റിനൈൽ റീപ്ലേസ്മെന്റ് തെറാപ്പീസ്, ഡയാലിസിസ്, ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് നടത്തുന്നത്. കിട്ടിയോ? ഇനി പറയണോ? ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ നമുക്ക് ഇച്ചിരി ഒന്ന് എഴുതാം. അത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറയും. ഓക്കെ, അല്ലെങ്കിൽ എഴുതാൻ സമയമില്ല, പിന്നെ അടുത്ത ടീച്ചറുടെ ക്ലാസ് നമ്മൾ കടം എഴുതേണ്ടി വരും. ഇവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും എഴുതാനില്ല. കൺസെപ്ഷൻ എഴുതണോ? കൺസെപ്ഷൻ, മെനാർക്ക്, അത് അറിയില്ലാത്തവരൊന്നും വേണമെങ്കിൽ എഴുതി വെച്ചോട്ടോ. മെനാർക്ക് സ്റ്റാർട്ടിങ് ഓഫ് മെൻസ്റ്റുറേഷൻ ആണ്. മെനാർക്ക് ഒരു ഹൈഫൻ ഇട്ടിട്ട് ആർത്തവാരംഭം, സ്റ്റാർട്ടിങ് സ്റ്റേജ് ഓഫ് മെൻസ്റ്റുറേഷൻ. മെൻസ്റ്റുറേഷൻ പറഞ്ഞ പെട്ടെന്ന് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പീരിയഡ്സ് എന്ന് എഴുതുക. സ്റ്റാർട്ടിങ് സ്റ്റേജ് ഓഫ് പീരിയഡ്സ്. മെനാർക്ക് ഗൈനക്കോളജിന്ന് എഴുതിയിട്ട് എഴുതണം കേട്ടോ. ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റില് മെനാർക്കാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ആർത്തവാരംഭം, ബിഗിനിങ് സ്റ്റേജ് ഓഫ് മെൻസ്റ്റുറേഷൻ ഓർ പീരിയഡ്സ് എന്ന് എഴുതിയാലും മതി. കൺസെപ്ഷൻ, സ്പേം ഫെർട്ടിലൈസിംഗ് conception, CONCEPTION. Sperm, SPERM, sperm fertilizing of an egg. Sperm fertilizing of an egg at the first stage of pregnancy. അങ്ങനെ ഭാഗമായി രൂപീകരിക്കുന്ന ഒരു അവസ്ഥ. ഫെർട്ടിലൈസേഷൻ കൂടി എഴുതിയാൽ മതിയാവും. കൺസെപ്ഷൻ. നെക്സ്റ്റ് വൺ വേണ്ടത് മെനോപോസ് ആണ്. മെനോപോസ്, MENOPAUSE, ആർത്തവ വിരാമം. ആർത്തവ വിരാമം, മെനോപോസ്, ആർത്തവ വിരാമം. അതൊക്കെ എന്താണെന്നൊന്നും ചോദിക്കില്ല, സാധനങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. അപ്പൊ ഏതൊക്കെ യൂണിക് ചേഞ്ചസ് ആണ് വിമൻസ് ലൈഫിൽ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ വരും ഇതിനകത്ത്. മെനാർക്ക്, കൺസെപ്ഷൻ, പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത്, മെനോപോസ് ഒക്കെ. അതൊക്കെ ഡയറക്ട്ലിയും ഇൻഡയറക്ട്ലിയും നമ്മുടെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ബാധിക്കാറുണ്ട്. ഇനി അടുത്തതില് ഇൻഫെർട്ടിലിറ്റിയുടെ മലയാളം എഴുതി വെച്ചേക്ക. വന്ധ്യത, ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത. ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത. കഴിഞ്ഞോ? എത്ര പേരെ കഴിഞ്ഞോ? ഓക്കെ, നെക്സ്റ്റ് ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്ന ഹെഡിങ് ചെയ്ത. ഒബ്സ്റ്റെട്രിക്സ്, ഒബ്സ്റ്റെട്രിക്സ്. ഒബ്സ്റ്റെട്രിക്സില് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ഓർ ടെക്നിക്
അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്ന് എഴുതാം. ബ്രാക്കറ്റിൽ ART എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ART എന്ന് ബ്രാക്കറ്റിൽ എഴുതാം. അതെന്താണെന്ന് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ഷോർട്ട് ഫോം എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ പറഞ്ഞത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ബോത്ത് മെന്നിലും വിമനിലും ഉണ്ടാകുന്ന അതൊക്കെ ഡയഗ്നോസിസ് ചെയ്ത് കണ്ടുപിടിച്ച് ഫെർട്ടൈൽ ആക്കി കൊടുക്കുന്നതാണ്. ആ ഒരു ടെക്നോളജിനെയാണ് നമ്മൾ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്ന് വിളിക്കുക, ART എന്ന് വിളിക്കുക. അതിന്റെ ഫുൾ ഫോമും ഷോർട്ട് ഫോമും ഒക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. നെക്സ്റ്റ് വൺ, അടുത്ത വേർഡ് അതിനകത്ത് എംബ്രയോളജി, ഭ്രൂണശാസ്ത്രം എന്നാണ് അതിന്റെ അർത്ഥം. എംബ്രയോളജി, ഭ്രൂണശാസ്ത്രം. എംബ്രയോളജി, ഭ്രൂണശാസ്ത്രം. നെക്സ്റ്റ് വൺ, വിട്രോ ഫെർട്ടിലൈസേഷൻ. വിട്രോ ഫെർട്ടിലൈസേഷൻ. വിട്രോ ഫെർട്ടിലൈസേഷൻ, കൃത്രിമ ഗർഭധാരണം. കൃത്രിമ ഗർഭധാരണം. വിട്രോ ഫെർട്ടിലൈസേഷൻ, കൃത്രിമ ഗർഭധാരണം. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഏതാ? ന്യൂറോളജി. ന്യൂറോളജി. ന്യൂറോളജിയിലെ ഇതാ പറയട്ടെ. ന്യൂറോളജിയിലെ ഫസ്റ്റ് വൺ, കോംപ്രഹെൻസീവ് മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞ സമഗ്രമായ ഒരു വൈദ്യ പരിശോധന. ഇതൊക്കെയാണ് കേട്ടാ, സമഗ്രമായ വൈദ്യ പരിശോധന. അല്ലെങ്കിൽ വൈദ്യ എന്താ പറയാ, നേരത്തെ ഉള്ള ചികിത്സകൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലേ അതിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനം നടത്തുക എന്നാണ്. ഒന്നും ആവശ്യമില്ല നമുക്ക്. അതിനകത്ത് വരുന്നത് ഏതാണ്? നമ്മളുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻ എഴുതിക്കോ. കോഗ്നിറ്റീവ് ഫങ്ഷൻ, വൈജ്ഞാനികമായ പ്രവർത്തനങ്ങൾ. വൈജ്ഞാനികപരമായ പ്രവർത്തനങ്ങൾ, ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ, അതാണ് കോഗ്നിറ്റീവ് ഫങ്ഷൻ. വൈജ്ഞാനികപരമായ പ്രവർത്തനങ്ങൾ. വൈജ്ഞാനികപരമായ പ്രവർത്തനങ്ങൾ എഴുതിയോ? കോഗ്നിറ്റീവ് ഫങ്ഷൻ എഴുതിയോ? ന്യൂറോളജിയില് കോഗ്നിറ്റീവ് ഫങ്ഷൻ എഴുതിയോ? എഴുതാൻ പറ്റുന്നില്ലേ? ഓക്കെ, അടുത്ത പറയട്ടെ. മോട്ടോർ സ്ട്രെങ്ത്. മോട്ടോർ സ്ട്രെങ്ത് എഴുതാം. മോട്ടോർ സ്ട്രെങ്ത് എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് മസിൽ സ്ട്രെങ്ത് എന്നും എഴുതിക്കോ. രണ്ടും ഒന്ന് തന്നെയാ. മസിൽ സ്ട്രെങ്ത്. മോട്ടോർ സ്ട്രെങ്ത് ഹൈഫൻ ഇട്ടിട്ട് മസിൽ, MUSCLE, മസിൽ സ്ട്രെങ്ത്. ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. examining, EXAMINING, examining the movement of, examining the movement of muscles and joints, examining the movement of muscles and joints, comma, neurologist assess, ASSESS, assess the motor strength. അസസ് ചെയ്യുന്നത് നമ്മുടെ എന്താ പറയാ, പേഷ്യന്റിന്റെ ജോയിന്റും മസിലും മൂവ് ചെയ്യുന്നതിന്റെ നോക്കിയിട്ടാണ്, എക്സാമിൻ ചെയ്തിട്ടാണ്.
ഓക്കെ, നെക്സ്റ്റ് കോർഡിനേഷന്റെ മീനിങ് ഒന്ന് എഴുതി വെച്ചേക്ക്. ഏകോപന രീതി, കോർഡിനേഷൻ. ഓരോ കാര്യങ്ങൾ ഓർത്തെടുത്ത് എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി പറയുന്നു എന്നുള്ളതാണ്. കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയാലോ, ഏകോപിപ്പിക്കുക എന്നാണ്. ഏകോപനം. നമ്മൾ ചില കളികൾ നടത്താറില്ലേ, അങ്ങനെ കുറെ സാധനങ്ങൾ ഇങ്ങനെ മേശയില് കുറെ തിങ്സ് ഒക്കെ കൊണ്ട് വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ അത് ചെയ്യിപ്പിക്കും. അവരെങ്ങനെ ഓർത്തെടുത്ത് ഓരോന്ന് പറയുന്നു. എന്നിട്ട് കുറെ സാധനങ്ങൾ കൊണ്ട് വെച്ചിട്ട് ചേർത്തൊക്കെ പേന, ബുക്ക് അല്ലെങ്കിൽ വാച്ച് അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ട് ഒന്ന് നോക്കാൻ പറയും. കുറച്ചു നേരം കഴിയുമ്പോൾ അത് മൂടിയിട്ട് അവരോട് അതിനകത്ത് എന്തൊക്കെയാ കണ്ടേന്ന് അത് പറയാനൊക്കെ പറയൂലേ. അതൊക്കെ ഒരു ഏകോപന രീതിയാണ്. കുട്ടികളുടെയൊക്കെ ബുദ്ധിപരമായിട്ടുള്ള വളർച്ചകളും മറ്റുമൊക്കെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ അസിസ്റ്റ് ചെയ്യാൻ പറ്റും. എത്രത്തോളം അവർ ഓർത്തെടുത്ത് കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന്. ഇന്ന് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടാത്ത ഒരു കാര്യമാണിത്. എന്താന്ന് വെച്ചാൽ ഏകോപിപ്പിച്ചെടുക്കാനൊക്കെ അവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും. കാരണം കൂടുതലും അത്തരം ഏകോപന ചിന്തകളും മറ്റുമൊക്കെ പിള്ളേരിൽ കുറഞ്ഞു വരിക. ബിക്കോസ് അവര് കൂടുതൽ സമയം എന്താ പറയാ ഈ ഒരുപാട് വീഡിയോസിൽ കോൺസെൻട്രേറ്റഡ് ആണ്. നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല. അവര് ആരൊക്കെയോ ഉണ്ടാക്കി വെച്ച കുറെ വീഡിയോസ് ഇങ്ങനെ കാണുന്നു, കളികളിൽ ഏർപ്പെടുന്നു. അങ്ങനെ വരുമ്പോ നമ്മുടെ തന്നെ ബ്രെയിൻ പ്രവർത്തിപ്പിക്കാനുള്ള ഒരു സാവകാശം അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ബ്രെയിൻ പ്രവർത്തിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? പുസ്തകങ്ങൾ വായിക്കണം കുട്ടികൾ. അല്ല, കുട്ടികൾ മാത്രമല്ല, നമ്മളായാലും നമ്മളും ഒരു പരിധി വരെയൊക്കെ ഇപ്പൊ അങ്ങനെ ഉണ്ടല്ലോ, സമയമില്ല. അപ്പൊ വായിക്കുമ്പോ നമ്മൾ തന്നെ ചിന്തിക്കും. ഓരോന്ന് വായിക്കുമ്പോ ഓരോ കാര്യങ്ങൾ വായിക്കുമ്പോ അതെന്താ അങ്ങനെ എന്നൊക്കെ. അപ്പൊ നമ്മളുടെ ബുദ്ധി ഇച്ചിരി ആരെങ്കിലും ഒന്ന് പ്രവർത്തിക്കും അല്ലെ. കുട്ടികൾ അത് ഇല്ലാത്തത് വരുന്നത് കോൺസെൻട്രേഷൻ കിട്ടാത്തതും, പഠനത്തിൽ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. കുട്ടികൾക്ക് 10 മിനിറ്റ് പുസ്തകം വായിക്കാൻ പറഞ്ഞാൽ ഒരു 2 സെന്റൻസ് വായിച്ചിട്ട് പിന്നെ അവർ ഡിസ്റ്റർബ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കാം. അതേസമയം ഒരു ഫോൺ എടുത്ത് കൈ പിടിച്ച് നോക്കിയേ, 1 മണിക്കൂറോ 2 മണിക്കൂറോ അവിടെ ഇരുന്നോളും. നമ്മൾ വിളിച്ചാലോട്ട് അനങ്ങ പോലും ഇല്ല അല്ലേ. അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറെ കുട്ടികളുമായിട്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു 5 തുടങ്ങി ഒരു ഡിഗ്രി ലെവലിലുള്ള കുട്ടികളെ നമുക്കറിയാം. അപ്പൊ അവരുടെയൊക്കെ പെരുമാറ്റങ്ങളിൽ നിന്നും അവരുടെ കോൺസെൻട്രേഷൻ അവരെത്രത്തോളം ഓരോ കാര്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടുത്തെ കുട്ടികളൊക്കെ അങ്ങനെയാണ്. ഓക്കെ, മോട്ടോർ സ്ട്രെങ്ത് എഴുതിയോ? അപ്പൊ കോർഡിനേഷൻ ഏകോപനം എഴുതിയോ? ജയത്തിന്റെ അർത്ഥം കൂടി എഴുതിയോ? നടത്തം, വാക്കിംഗ്, അത്രേ ഉള്ളൂ. ആ വാക്കിംഗ് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ജയറ്റ്, GAIT, ജയറ്റ്, നടത്തം. അടുത്ത ഹെഡിങ് എഴുതാട്ട ഡിപ്പാർട്ട്മെന്റിന്റെ നെഫ്രോളജി. നെഫ്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എഴുതാം. നെഫ്രോളജിയില് ഫസ്റ്റ് നമുക്ക് എഴുതേണ്ടത് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് ആണ്. ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ്. ഹൈഫിനോട്ട് എഴുതാം. It occurs, OCCURS. It occurs when we have too much, TOO ആണ് ട്ടോ, TOO, too much, or not enough of, ENOUGH, enough of certain minerals in our body. Certain minerals. ആ മിനറൽസ് വേണമെങ്കിൽ ഒന്ന് ബ്രാക്കറ്റിൽ ഇട്ടോ. സോഡിയം പൊട്ടാസ്യം ആണ് കൂടുതലും ഉദ്ദേശിക്കുന്നത്. certain minerals എന്ന് എഴുതിയിട്ട് അതിന്റെ ബ്രാക്കറ്റിൽ എഴുതിക്കോ സോഡിയം ഓർ പൊട്ടാസ്യം. സോഡിയം കുറഞ്ഞു പോയി കൂടിപ്പോയി എന്നൊക്കെ നിങ്ങൾ കേട്ടല്ലേ? സോഡിയം കുറഞ്ഞു പോയി കേട്ടിട്ടുണ്ടല്ലോ പലപ്പോഴും, ചില ആൾക്കാർ പറയാൻ കേട്ടിട്ടില്ലേ? ഇല്ലേ? സോഡിയം. ഓക്കെ, സോഡിയം ബ്രാക്കറ്റിൽ കേട്ടാ. സോഡിയം ഓർ പൊട്ടാസ്യം എന്ന് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇൻ അവർ ബോഡി, നമ്മുടെ ശരീരത്തില് ചില മിനറൽസ്, പ്രത്യേകിച്ച് സോഡിയം പൊട്ടാസ്യം ഒക്കെ കൂടുതലാവുകയോ കുറവാകുകയോ ചെയ്യുന്ന അവസ്ഥ. അപ്പോഴാണ് എന്തുണ്ടാകുക? ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് ഇൻ അവർ ബോഡി. It is a sign, SIGN, അടയാളം. It is a sign of kidney disease. കിഡ്നി ഡിസീസസിന്റെ ഒരു അടയാളമാണ് ഈ പറഞ്ഞ സാധനം, ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് വരുന്നത്. It's a sign of kidney disease.
ഓക്കെ അല്ലേ? അടുത്ത പറയട്ടെ, ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ. അടുത്തത് ഹൈപ്പർ ടെൻഷൻ ആണ്. ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. It's also called blood pressure. It is also called blood pressure. It is also called blood pressure. If the blood pressure increase the limit, പരിധിക്ക് മുകളിൽ പോയാൽ, പരിധിക്ക് above, increase ചെയ്താൽ, കൂടിയാൽ, വർദ്ധിച്ചാൽ, increase above limit, it is called hypertension. It is called hypertension. It is called hypertension. Bracket HT, HTN, HPN എന്നൊക്കെ എഴുതിക്കോട്ടെ. ഹൈപ്പർടെൻഷന്റെ ഷോർട്ട് ഫോംസ് ആണ്. മെഡിക്കൽ ടെർമിനോളജിയിൽ കുറെ ഇതുപോലെയുള്ള ടേമുകളുടെ ഒക്കെ അബ്രിവിയേഷൻസ് പഠിക്കാറുണ്ട്. പിന്നെന്താ പറയാ, ഇങ്ങനെ റൂട്ട് വേർഡ്സ് പഠിക്കാറുണ്ട്. മെഡിക്കൽ ടേംസിൽ അവരത് എങ്ങനെയൊക്കെയാ ഉപയോഗിക്കുന്നത് ഒക്കെ കുറച്ചൊക്കെ കാണുമ്പോൾ പഠിക്കേണ്ടത് തന്നെയാണ്. വെറുതെ പറഞ്ഞൊന്നും നമുക്ക് ഇതാക്കാനുള്ളതല്ല. അങ്ങനത്തെ പഠിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും HTN, HPN, HT ഹൈപ്പർ ടെൻഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് ഫോംസ് ആണ്. ഓക്കെ, ഈ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഈ പറയുന്നതിനൊക്കെ നമ്മൾ പറഞ്ഞില്ല, ബ്ലഡ് പ്രഷർ ഒരു പരിധിയിൽ കൂടുതൽ ആകുമ്പോഴാണ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നത്. അത് എല്ലാവരും എല്ലാ ഏജ് റേഞ്ചിലുള്ളവർക്കും ഒരുപോലെ അല്ല കേട്ടോ. റേഞ്ച് വ്യത്യാസം ഉണ്ടാകും. അത് കുട്ടികളിൽ ഇത്ര വേണം എന്നാണ്, ഇത്തിരി അഡൽറ്റുകൾക്ക് ഇത്രയാണ്, പ്രായം ചെന്നവർക്കാണെങ്കിൽ ഇത്രയാണെന്നൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടാവുമല്ലോ, 110, 90, 140, 100 എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അല്ലേ, ഒരു സ്ലാഷ് ഇട്ടിട്ടൊക്കെ എഴുതി കണ്ടിട്ടില്ലേ ആളുകൾ? നമ്മളുടെ BP ഒക്കെ നോക്കുന്ന സമയത്ത് അവര് ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് എഴുതി വെക്കുന്നത് കാണാം. 110, 90 എന്നൊക്കെ പറഞ്ഞ്, 140, 110, 100 എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എഴുതുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ ഹോസ്പിറ്റൽസിൽ ചെല്ലുമ്പോൾ ചില അസുഖങ്ങളൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ അവര് നമ്മളുടെ ഇത് ചെക്ക് ചെയ്യാറുണ്ട്. അതൊക്കെ ഒരു വൈറ്റൽ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അതൊക്കെ ചെക്ക് ചെയ്യും. കൂടി പറയാ ലാസ്റ്റ് പറഞ്ഞത് HTN 3 രീതിയിൽ എഴുതിക്കും. പിന്നെ റിനൈൽ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് പറഞ്ഞാൽ വൃക്ക മാറ്റിവെക്കൽ തെറാപ്പിയാണ് കേട്ടോ. റിനൈൽ റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വൃക്ക മാറ്റിവെക്കൽ. കിഡ്നി റീപ്ലേസ്മെന്റ് ഉപയോഗിക്കുന്നതിനേക്കാൾ നമ്മൾ അതാണ് ഉപയോഗിക്കുക, റിനൈൽ റീപ്ലേസ്മെന്റ്, വൃക്ക മാറ്റിവെക്കൽ. ഓക്കെ, അപ്പൊ അത്രയുമാണ് നമ്മളിന്ന് പഠിച്ചത്. ഏതൊക്കെയാന്ന് നോക്കിയാൽ ഗൈനക്കോളജി, ഒബ്സ്റ്റട്രിക്സ്, ന്യൂറോളജി, നെഫ്രോളജി. ഇത്രയും പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ കാരണം ഇതിനകത്തൊക്കെ കുറച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻസ് കൂടുതൽ ഉണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് പറഞ്ഞ ചില വാക്കുകളൊക്കെ നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ ചില ഇലക്ട്രോലൈറ്റിക് ഡിസ്റ്റർബൻസ് ഒക്കെ എന്താണെന്ന് അറിയാണ്ട് ജസ്റ്റ് വെറുതെ നമ്മൾ പഠിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആണ് നമുക്ക് ഇത്തിരി കൂടുതൽ സമയം എടുക്കേണ്ടി വന്നു. നോക്കാം, ഇത് നന്നായിട്ട് പഠിക്കണം. കാരണം ഈ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ എന്താണ് ഉൾപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നന്നായി വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. നിങ്ങൾ വെറുതെ നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ആൻസർ ചെയ്യാൻ വേണ്ടി മാത്രം പഠിക്കരുത്. തീർച്ചയായിട്ടും പഠിക്കുമ്പോൾ ഇത് നമ്മളുടെ എടുക്കുന്ന ടോപ്പിക്കുകൾ അതൊന്ന് 2-3 പ്രാവശ്യം വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ കൂടി അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പെർഫെക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ എങ്ങനെ വന്നാലും എഴുതാൻ പറ്റും. ഇതിപ്പോ ക്വസ്റ്റ്യൻസ് നമ്മൾ തരുന്ന മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് പോലെ തന്നെ അങ്ങനെ വരണം നിർബന്ധമൊന്നും ഇല്ലല്ലോ. അപ്പൊ അതൊക്കെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കൂടിയാണ് നോക്കിയിട്ട് എടുത്തു തരുന്നത്. അപ്പൊ അതിൻ്റെതായ പ്രത്യേകതകളൊക്കെ ഉണ്ടായിരിക്കും പരീക്ഷയ്ക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് വായിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആവുമ്പോഴേക്കും നമ്മളിങ്ങനെ പരീക്ഷകൾ എഴുതി നമ്മൾ അതില് എന്താ പറയാ എഫിഷ്യന്റ് ആവുമല്ലോ. നമുക്ക് മനസ്സിലായിട്ട് കാര്യങ്ങൾ പിടികിട്ടും. ഓക്കെ, നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ ഹോസ്പിറ്റലിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ടെന്ന് അറിയാണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് മാറിയിട്ട് കാര്യമില്ല അല്ലേ. അപ്പൊ അതിന് എന്തായാലും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. നമുക്ക് അടുത്തത് എടുക്കാനുള്ളത് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നതാണ്. ഓടിച്ചിട്ട് എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, ബിക്കോസ് അതിനകത്തുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. ന്യൂക്ലിയർ മെഡിസിൻ, ഇമേജിങ് തന്നെ അടുത്ത ദിവസം എടുക്കാട്ടോ, ഞാൻ എടുക്കാനൊന്നുമില്ല. ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത് ഒരു ഇമേജിങ് എന്താ പറയാ ടെസ്റ്റ് ആണ്. നമ്മുടെ റേഡിയോ ഐസോടോപ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട്
നമുക്ക് എന്താ പറയാ ഇന്റേണൽ ഓർഗൻസ് നമ്മുടെ ശരീരത്തിനകത്ത ഭാഗത്തുള്ള ഓർഗൻസിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസീസസ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അടുത്ത ദിവസം എടുക്കാം, ബിക്കോസ് അത് കുറച്ച് കൂടുതലുണ്ട്. ഓടിച്ചിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ടീച്ചറിന്റെ ക്ലാസ് എടുക്കേണ്ടി വരും. ഓക്കെ, ഇത്രയും വരെ ഓക്കെ ആണല്ലോ? ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായില്ല എല്ലാവർക്കും? ഉറക്കെ പറഞ്ഞൊന്ന് കേക്കട്ടെ സൗണ്ട്. യെസ് മാം. യെസ്, നല്ല സൗണ്ട് ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. അഞ്ജലിക്കും സൗണ്ട് ഉണ്ട്, അഞ്ജലിക്ക് സൗണ്ട് ഉണ്ട്. എത്ര പേരുണ്ട് ഇവിടെ? 40 പേരുണ്ട് ക്ലാസ്സിൽ കയറാറുള്ളൂ. ഇത്രയും പേരെ കയറാറുള്ള കുറെ പേരുണ്ടായിരുന്നല്ലോ. ഒന്ന് പറയേ, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇത്ര ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, ഓക്കെ ബൈ, ഞാൻ പോട്ടെ. Thank you, ma'am.